ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് സെഷൻ എന്താ പറഞ്ഞേ, ഒരു രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താകുമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ബാധിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് അവിടെ നടക്കുക. ക്യാഷ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടക്കാം. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്ത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യത്തിലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന മാർക്കറ്റ്. ക്യാഷ് ആയിട്ടോ ക്രെഡിറ്റ് ആയിട്ടോ ബിസിനസ് നടത്താൻ ആവശ്യമുള്ളവർ ഫണ്ട് റേസ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെ നോക്കണം? അവരുടെ GDP വളരുന്നുണ്ടോ നോക്കുക, കോർപ്പറേറ്റ് ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കുക, ഇൻഫ്ലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുക, ഇൻട്രസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളെ സാർ പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു 40 മാർക്കിന് പഠിക്കാൻ പോകുന്ന ഏരിയകളാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, നോക്കിക്കോട്ടെ. ചിത്രം നോക്കിക്കോണം. അതിൽ ചിത്രമുണ്ട്. ഒന്ന് ലെഫ്റ്റ് എൻഡിൽ കാണുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു കമ്പോണന്റ് ആണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നാ പറഞ്ഞ്, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന മാർക്കറ്റ്. ക്യാഷ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും പണം കൈമാറുന്ന മാർക്കറ്റാണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മണി മാർക്കറ്റ്, രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാല്? മണി പറഞ്ഞാൽ പണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള പണത്തിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മൂവ്മെന്റ് നടക്കുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഉദാഹരണം, പെട്ടെന്ന് ഒരു കമ്പനിക്ക് 1000 കോടി രൂപ വേണം ഒരു 6 മാസത്തേക്ക്. അതൊരിക്കലും അവർ ഷെയർ ആയിട്ട് വാങ്ങുമോ? ലോൺ എടുക്കില്ല. അവരെന്താ ചെയ്യുക? മണി മാർക്കറ്റിലേക്ക് പോകും. എന്നാൽ ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ അവരെന്താ ചെയ്യുക? ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകും. ലോങ് ടേം ഫണ്ടുകൾ. അപ്പൊ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് വ്യത്യാസം എന്താണ്? മണി മാർക്കറ്റില് ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലോ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ മാർക്കറ്റിനെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ, ഷോർട്ട് ടേം വരും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ആണ്. ഒരു വർഷത്തിൽ കൂടാത്ത പീരിയഡിന്റെ ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് പറയുന്നു? മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നും, ഒരു വർഷത്തിൽ കൂടുതലുള്ള ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യുന്ന മാർക്കറ്റിനെ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്ലിയർ ആണ്? മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി മണി മാർക്കറ്റിലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ ഇവിടെ പറയും. ഇത് വീണ്ടും നമ്മൾ പഠിക്കും. ഇത് ഞാൻ പഠിക്കുന്നതിന് മുമ്പ് കൂടുതൽ സമയം എടുത്താൽ പറയണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്രങ്ങൾ ഒന്നും മനസ്സിലായെന്ന് വിചാരിക്കരുത്. മണി മാർക്കറ്റിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുക? കമേഴ്ഷ്യൽ പേപ്പർ. എന്താ കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ? പ്രോമിസറി നോട്ട് അല്ലെ? അതുപോലത്തെ ഡോക്യുമെന്റുകൾ കൊടുത്ത് പണം വാങ്ങും. നമ്മൾ പറയില്ലേ, ഒരു 5000 രൂപ വേണം, 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുക്കുക. അതൊരു കമേഴ്ഷ്യൽ പേപ്പറാണ്. അതുപോലെ കമ്പനികള് അവരുടെ ഷോർട്ട് ടേം ഹ്രസ്വകാല വായ്പയ്ക്ക് വേണ്ടിയിട്ട് മണി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന പേപ്പറുകളെയാണ് കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. വോള്യൂം ഭയങ്കര കൂടുതലായിരിക്കും, 1000 കോടി 5000 കോടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സെബിയുടെ റെഗുലേഷനോട് കൂടി ഇവരെന്ത് ചെയ്യും? ഈ മണി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യും. കമേഴ്ഷ്യൽ പേപ്പർ. ഈ കമേഴ്ഷ്യൽ പേപ്പർ സെക്യൂർഡ് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? റേറ്റിംഗ്. ആദ്യത്തെ ചാപ്റ്റർ ആട്ടോ, ആദ്യത്തെ ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. CMSL നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ എന്ത് ചെയ്യും? അതിന് റേറ്റിംഗ് ഉണ്ട്. റേറ്റിംഗ് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നയന നല്ല കുട്ടിയാണ്. ഞാൻ ആരോടാ ചോദിക്കണേ? അനുശ്രീയോട് ചോദിക്കുകയാണ്. അനുശ്രീ എന്താ പറയാ? നല്ല കുട്ടിയാണ്. ഇതെന്താ പറയാ? അനുശ്രീ കൊടുക്കുന്ന റേറ്റിംഗ് ആണ് അല്ലെ? ഈ റേറ്റിംഗ് അനുശ്രീ കൊടുത്താൽ മതിയോ? നയനയ്ക്ക് മതിയാവില്ല. ചിലപ്പോൾ എനിക്ക് അനുശ്രീ വിശ്വാസം ഇല്ലെങ്കിലോ? അപ്പൊ ഇതിനു വേണ്ടി കമ്പനികൾ ഉണ്ടാകണം, വേണ്ടയോ? അതിന് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. സെബി രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഇവർ 3 പേര് പറയട്ടെ ഞാൻ. ക്രിസിൽ, കെയർ, ഇക്ര. നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? പേപ്പർ വായിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല, എന്നാലും പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടെങ്കിൽ. മൂഡി ഇന്ത്യയുടെ റേറ്റിംഗ് കുറച്ചിരിക്കുന്നു. S&P ഇന്ത്യയുടെ റേറ്റിംഗ് കൂട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്താണ്? ഇതൊക്കെ റേറ്റിംഗ് ഏജൻസികളാണ്. ഇവർക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അവർ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് ഈ കമ്പനി അല്ലെങ്കിൽ ഈ രാജ്യത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്ന് പറയുന്നു. അതിന് അവർക്കൊരു ടെർമിനോളജി ഉണ്ടാകും, അതിന് ഡോക്യുമെന്റേഷൻ ഉണ്ടാകും, ഫുൾ എക്സ്പ്ലനേഷൻ അവർ തരും, അതിന് ഉത്തരവാദിത്തം അവരെടുക്കും.
ഇതിനെയാണ് റേറ്റിംഗ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമേഴ്ഷ്യൽ പേപ്പറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ വെറുതെ ഒരു കമ്പനി പോയിട്ട് അംബാനി പോയിട്ട് കുറച്ച് പൈസ ഇരുന്ന് പൈസ കൊടുക്കില്ല, അതിന് റേറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ റേറ്റിംഗ് ആണ് ദേവന് മനസ്സിലാക്കുന്നത് ഈ പണം നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന്. ഈ റേറ്റിംഗ് കൊടുക്കുന്ന കമ്പനികൾ എന്താ പറയാ? റേറ്റിംഗ് ഏജൻസീസ്. എവിടെ ഇത് രജിസ്റ്റർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞേ? സെബിയിൽ കേട്ടോ. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ കുറേ അപ്പുറത്തെ സ്ഥലത്ത് പറയാനുള്ളതാണ്. ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് പോവാണ്. 2, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലേ? ഇതേ വന്ന് പറയാൻ ശ്രമിച്ചു നോക്കാമോ? വാട്ട് ഈസ് ഡെപ്പോസിറ്റ്? നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്നു, അതിനവർ തരുന്നതല്ലേ സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മുടെ ഈ കമ്പനികൾ എന്താ ചെയ്യുക? അവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കൊടുക്കും. കമേഴ്ഷ്യൽ പേപ്പറിന് പകരം അവർക്ക് ഷോർട്ട് ടൈം ആയിട്ട് 500 കോടി രൂപ വേണം, 500 കോടിയാണ് കൊടുക്കും, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സർട്ടിഫിക്കറ്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് കൊടുക്കാനോ ട്രേഡ് ചെയ്യാനോ പറ്റും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ റേറ്റിംഗ് ഏജൻസി ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ റേറ്റ് ചെയ്യപ്പെടണം. അല്ലാതെ ചുമ്മാ ഒരു കമ്പനി പോയിട്ട് 500 കോടി സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞാൽ ആരും പണം കൊടുക്കില്ല. റേറ്റിംഗ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ റേറ്റിംഗ്? AA ആണോ, ട്രിപ്പിൾ? അതൊക്കെ പിന്നെ പറയാം കേട്ടോ. ഡിഫറെന്റ് ലെവൽസ് ഓഫ് റേറ്റിംഗ് ഉണ്ട്, ആ റേറ്റിംഗ് നോക്കണം. ദെൻ അടുത്തത് എന്താണ്? ട്രഷറി ബിൽസ്. എന്താ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാല്? ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആരുടെങ്കിലും മക്കളുണ്ടോ ഇവിടെ? ഗവൺമെന്റ് സർവീസിലുള്ള ആരെങ്കിലും മക്കളുണ്ടോ? എന്താ എന്ത് വർക്ക് ചെയ്യണം? അമ്മ അച്ഛനെ വർക്ക് ചെയ്യുന്നത്? എന്താ വർക്ക് ചെയ്യുന്നത്? റേഷൻ ഇൻസ്പെക്ടർ. അച്ഛന് ശമ്പളം എവിടുന്ന വരിക? ശമ്പളം എവിടെ വരിക? എവിടെ വരിക? അച്ഛൻ ട്രഷറി പോവാ. ട്രഷറി പോന്നിട്ടുണ്ടോ? ട്രഷറി അക്കൗണ്ടിലാണ് പൈസ ശമ്പളം വരിക. ഗവൺമെന്റ് ഓഫ് കേരള അല്ലേ? ട്രഷറിയിലാണ് വരിക. പെൻഷൻ വരുന്നത്, ഗവൺമെന്റ് ജോലിക്കാരുടെ പെൻഷൻ വരുന്നത് ട്രഷറിയിലാണ്. ഈ ട്രഷറി എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമാണ് എന്ത്? ട്രഷറി. ഈ ട്രഷറിയിൽ കൂടെയാണ് ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ കേട്ടോ കിഫ്ബി ബോണ്ട്, മസാല ബോണ്ട്, പരിപ്പുവട ബോണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പരിപ്പുവട ബോണ്ട് ഇന്ത്യ വക ഫ്രീ ആണ്, ബാക്കി 2 ഉള്ളതാണ് കേട്ടോ. കിഫ്ബി ആൻഡ് മസാല ബോണ്ട് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കൂട്ടോ. പിന്നെ അപ്പൊ ഈ ബോണ്ടുകൾ ഇഷ്യൂ വെച്ചാൽ അപ്പൊ ഗവൺമെന്റ് പണം കടമെടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാനലുകളാണ് ട്രഷറികൾ. ട്രഷറി കൂടെയാണ് ഗവൺമെന്റിന് പണം പോകുന്നതും ഗവൺമെന്റ് പണം കൊടുക്കുന്നതും ട്രഷറി കൂടെയാണ്. അപ്പൊ ഈ ട്രഷറിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ട്രഷറി ബില്ലുകൾ എന്താണ്? വളരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുന്ന ട്രഷറി ബില്ലുകൾ അവരെന്ത് ചെയ്യും? ഗവൺമെന്റ് ഷോർട്ട് ടൈം ലോൺ, പെൻഷൻ കൊടുക്കാൻ കാശില്ല, ഗവൺമെന്റ് എന്താ ചെയ്യുക? ഉടനെ കുറച്ച് ബോണ്ട് ഇഷ്യൂ ചെയ്യും. ആ ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് പൈസ തരാന്ന് പറയും. 2% പലിശ. നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റിന് പൈസ കൊടുത്തിട്ട് 2%. കാരണം ഗ്യാരണ്ടിയാണ്. ആരാ ഗ്യാരണ്ടി തരുന്നത്? ഗവൺമെന്റിലെ തരണേ. അപ്പൊ ട്രഷറി ബില്ലുകൾ വേറൊരു ടൂളാണ്. മണി മാർക്കറ്റിൽ 3 ഇൻസ്ട്രുമെന്റ് ഞാൻ പറഞ്ഞു: കമേഴ്ഷ്യൽ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ, ട്രഷറി ബില്ലുകൾ. Then bill of exchange. എന്താ bill of exchange? പറയൂ. അല്ല ശരി, നന്ദന പറയൂ. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു സാധനം ഒരാളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഞാന് കൃഷ്ണവേണിക്ക് ഒരു സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണവേണി എനിക്ക് പൈസ തരണ്ടേ? ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ തരാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കൃഷ്ണവേണി പറയുകയാണ് 3 മാസം കഴിഞ്ഞിട്ട് പൈസ തരാന്ന് പറഞ്ഞ്. ഈ 3 മാസം ഒരു കൃഷ്ണവേണിക്ക് മാത്രം പൈസ കൊടുത്ത് കടം കൊടുത്താൽ മതി? ഞാൻ വരുന്നവർക്കൊക്കെ കൊടുക്കേണ്ട മിനിമം. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്റെ ഓരോ പൈസയും എത്ര മാസം ബ്ലോക്ക് ആവും? 3 മാസം ബ്ലോക്ക് ആവും. അപ്പൊ എനിക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം? 3 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എൻ്റെ അടുത്ത് വേണം. വേണ്ടയോ? എല്ലാ സമയത്തും 3 months ഹ്യൂജ് എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അത്രമാത്രം പണമൊന്നും എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താണ്? ദൈനംദിന കാര്യത്തിന് വേണ്ടി കയ്യിൽ വെക്കുന്ന പണത്തിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കമ്പനി നടത്താൻ വേണ്ടി ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന പണമാണ്. കമ്പനി ഫുൾ സാധനം കടം കൊടുക്കുകയാണ്, ലിബറൽ ആണ് നമ്മുടെ ക്രെഡിറ്റ് പോളിസി എങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പൊ ഇത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാങ്ങും. ഞാൻ കൃഷ്ണമണിക്ക് ഒരു സാധനം കൊടുത്തു 10,000 രൂപയുടെ. അതിനോടൊപ്പം തന്നെ ഞാനൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എഴുതി അയക്കും. എന്താണ്? ഐ പ്രോമിസ് ടു പേ മിസ്റ്റർ രാജീവ് ഓർ എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ദിസ് ബിൽ 10,000 rupees against this invoice after 3 months on particular date എന്ന് ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചൊരു ബില്ലിനോടൊപ്പം, ഇൻവോയ്സിനോടൊപ്പം നിങ്ങൾ അയാളെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. എന്ത് ചെയ്യാ? ഞാൻ ആരാണ്? ഡ്രോവർ. ഇയാളാരാണ്? ഡ്രോയി. അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ പണം തരാന്നല്ലേ പറഞ്ഞേ? ഈ സാധനം ഞാൻ എവിടെ കൊണ്ടുപോകും? ബാങ്കിലേക്ക് കൊണ്ടുപോകും. എന്താ ചെയ്യാ? ഡിസ്കൗണ്ട് ചെയ്യും. ഇപ്പൊ 10,000 രൂപയ്ക്ക് പകരം ഞാൻ അവിടെ കൊണ്ടു പറയും, സാറേ അത്യാവശ്യം കാശ് ആവശ്യമുണ്ട്, ഈ കൃഷ്ണമണി എനിക്കൊരു 10,000 തരാൻ കേട്ടാ,
ആ, കൃഷ്ണവേണി എനിക്കൊരു 10,000 രൂപ തരാനുണ്ട്, ഈ പണം കൃഷ്ണവേണി 3 മാസം കഴിഞ്ഞാൽ തരും സാർ, ഇതൊന്നും ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ, അവരത് ഡിസ്കൗണ്ട് ചെയ്ത്, കാരണം കൃഷ്ണവേണി പൈസ എനിക്കോ ഞാൻ പറയുന്ന ആൾക്കോ കൊടുക്കാന്നല്ലേ പറഞ്ഞിരിക്കണേ, ഞാനത് എൻഡോർസ് ചെയ്യും. ആർക്ക് എൻഡോർസ് ചെയ്യും? ബാങ്കിന്റെ പേരിൽ എൻഡോർസ് ചെയ്യും. ബാങ്ക് എനിക്ക് 9,500 രൂപ കിട്ടും. അപ്പൊ എന്റെ 10,000 ബ്ലോക്ക് ആയോ? എനിക്ക് ഇല്ല, എന്റെ 500 രൂപ ബ്ലോക്ക് ആയല്ലോ, അതിന് പലിശയായിട്ട് പോയി. ബാക്കി 9,500 രൂപ 10 കിട്ടിയില്ലേ? എന്റെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ കുറഞ്ഞില്ലേ? ബാങ്കിനൊരു വരുമാനമായില്ലേ? നിങ്ങൾക്ക് കടവും കിട്ടിയില്ലേ? ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എന്താണ്, 2 മാസം 3 മാസം ഒക്കെ ഉണ്ടാവുള്ളൂ സാധാരണ. അതൊക്കെ മണി മാർക്കറ്റില്, ഇതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും പറഞ്ഞ്, കമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതുപോലത്തെ ഉള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കും? മണി മാർക്കറ്റില്. അല്ല, നമുക്ക് മണി മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റില് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സെക്യൂരിറ്റീസ് മാർക്കറ്റും അതർ ഫോം ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ്. രണ്ടായിട്ട് തന്നിരിക്കാം ക്യാപിറ്റൽ മാർക്കറ്റിനെ. സാധാരണ നമ്മൾ പഠിക്കുന്ന സെക്യൂരിറ്റി മാർക്കറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണ് പഠിക്കുന്നത്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ആദ്യമായിട്ട് ഒരു കമ്പനി പണം വാങ്ങുന്ന പ്രൈമറി മാർക്കറ്റ്. എന്താ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാല് അനുപമ? പ്രൈമറി മാർക്കറ്റ് എന്താ? ഒരു കമ്പനി ആദ്യമായിട്ട് പണം മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. അവിടെ ആരാ പണം വാങ്ങുന്നത്? കമ്പനിയാണ് പണം വാങ്ങുന്നത്. ഇപ്പോൾ റിലയൻസിന്റെ ജിയോ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇത് അങ്ങോട്ട് പോകുന്ന ലൈഫ് ഭയങ്കര സുഖമായിരിക്കും. ആദ്യത്തെ ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടല്ലോ, ഈ പോർഷൻ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. റിലയൻസിന്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് IPO ചെയ്യുന്നു, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പണം ആർക്കാ പോവാ? ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. ക്ലിയർ ആണ്? ഓക്കെ. അവർ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് എന്ത് പറയും? പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ മാർക്കറ്റ് എന്ന് പറയും. ആദ്യമായിട്ട് ഒരു കമ്പനി അവരുടെ ഷെയറുകൾ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ മാർക്കറ്റ് എന്ന് പറയും. ഇനി അനുപമ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 100 ഷെയർ വാങ്ങുന്നു. ഈ പൈസ ആർക്കാ പോണേ? മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ വിലയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 100 ഷെയർ വാങ്ങുന്നു. ഇതിന്റെ പൈസ ആർക്കാ കിട്ടുക? റിലയൻസിന് കിട്ടുമോ? എന്റെ ചോദ്യമാണ്. ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ്. ഒരു എക്സാമ്പിൾ, ഇത് വിട്ടോ, ഒരു എക്സാമ്പിൾ. ഞാനൊരു ടെലിവിഷൻ വാങ്ങുന്നു, സോണിയുടെ ഒരു TV വാങ്ങുന്നു. ഓക്കെ, ലുലുവിന് പോയിട്ടാണ് വാങ്ങുന്നത്. ഞാൻ ലുലുന്ന് ആ TV വാങ്ങുമ്പോൾ ഇതിന്റെ പൈസ സോണിക്കാണോ പോകുന്നത്, യൂസഫ് അലിക്കാണോ പോകുന്നത്? എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അതെങ്ങനെയാ? തർക്കേക്കട്ടെ, രണ്ടാലും ഉത്തരമാണ്. യൂസഫ് അലിക്ക് പോകണമെന്ന് അറിയാമെന്ന് വിചാരിച്ചോ? അവരുടെ ഉത്തരവുണ്ട് എനിക്ക്. ഈ പൈസ പോകുന്നത് യൂസഫ് അലിക്കാണോ സോണിക്കാണോ? എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഒരു പരിപ്പ് കൂടെ കഴിക്കുമ്പോൾ അതിന് പൈസ ഹോട്ടലിൽ കൊടുക്കുമ്പോൾ ആ പൈസ പോകുന്നത് പരിപ്പുണ്ടാക്കിയ ആൾക്കാണോ അതോ ഹോട്ടലുകാരനാണോ എന്നാണ് എന്റെ ചോദ്യം. പരിപ്പോടായിരുന്നു നല്ല എക്സാമ്പിൾ, സോണി അല്ലായിരുന്നു. ഭക്ഷണമാണ് പ്രധാനം അല്ലേ? അങ്ങനെയല്ലേ ദേവാ? അല്ലേ? ആ പൈസ ആർക്കാ പോണേ? ഹോട്ടലുകാരന് അല്ലേ? അത് ഒരിക്കലും കാരണം പരിപ്പുണ്ടാക്കിയവെന്ന് ആദ്യം തന്നെ ആര് പരിപ്പ് വാങ്ങിയിട്ടുണ്ട്? ഹോട്ടൽ വാങ്ങി കാശ് കൊടുത്തിട്ടുണ്ട്. സോണിക്ക് കാശ് യൂസഫ് അലി കൊടുത്തിട്ടുണ്ട്. ഈ TV കാശ് ആർക്കാ പിന്നെ പോണത്? യൂസഫ് അലിക്കാണ്. ഈ മാർക്കറ്റിനെ പറയുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നതാണ് സോണി TV ആദ്യമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താ പറയാ? സോണി TV ആദ്യമായിട്ട് TV കടക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? പ്രൈമറി മാർക്കറ്റ്. വേർ the persons will directly buy the product from the company. കമ്പനിയിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിനെന്താ പറയാ? പ്രൈമറി മാർക്കറ്റ്. അതിനുശേഷം വാങ്ങിയ ആൾക്കാരിൽ നിന്നും അത് വാങ്ങുന്നതും വിൽക്കുന്നതും ചെയ്യുന്നതിന് എന്ത് പറയും? സെക്കൻഡറി മാർക്കറ്റ്. നമ്മ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെയിം അനുപമല്ലേ? ആ, പേര് മാറി വന്നു എനിക്ക്. മൂകാംബിയൊക്കെ അടിപൊളിയായോ ദർശനമൊക്കെ? ആ, ഈ അടിപൊളിയാവട്ടെ പഠിത്തം എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മൂകാംബിക്ക് പോയതാണോ? അതെ, അങ്ങനെയാന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. പോയിന്റ്, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ 100 ഷെയർ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. ആ പണം റിലയൻസിന് കിട്ടുമോ എന്നതാണ് എന്റെ ചോദ്യം. ഫാത്തിമയുടെ അഭിപ്രായം എന്താ? ഫാത്തിമ പരിപ്പോടെ ഓർമ്മ ഉണ്ടാവണം. നടുവിലൊരു ഓട്ടയ്ക്കുള്ള വടയല്ലേ പരിപ്പോട?
ആണോ? അല്ല, അവളെ പെട്ടെന്ന് വിചാരിച്ചു ഐസർ പറഞ്ഞോട് ശരിയാവും ആന്ന് പറഞ്ഞാൽ അല്ലല്ലോ. പക്ഷേ ഓക്കെ, ഓ പറ കിട്ടില്ല. കാരണം റിലയൻസിന്റെ 100 ഷെയർ നിങ്ങൾ മാർക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണ് വാങ്ങണത്? വിൽക്കാനുള്ള ആളിൽ നിന്നാണ് വാങ്ങണത്. കാരണം റിലയൻസ് ഇത് ആദ്യം വിറ്റത് മാർക്കറ്റിലാണ്. അതിനുശേഷം വാങ്ങിയ ബ്രിജിത്തയാണ് ആ ഷെയർ എനിക്ക് തരുന്നതെങ്കിൽ ഇതിന്റെ പൈസ ആർക്കാ പോവാ? നിജൻ ബ്രിജിത്തക്കല്ലേ പോവുള്ളൂ. ബ്രിജിത്ത് ഇതിന്റെ പൈസ 1 കൊല്ലം മുമ്പ് ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? റിലയൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മനസ്സിലായിക്കോട്ടെ ഞാൻ ഈ പറയണത്. സിമ്പിൾ, വളരെ സിമ്പിൾ പോയിന്റ്. ബ്രിജിത്ത 10 രൂപയ്ക്ക് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങി 15 കൊല്ലം മുമ്പ്. ഈ പൈസ ആർക്ക് പോയി? റിലയൻസ് പോയി. റിലയൻസ് നേരിട്ടാ വാങ്ങിയെങ്കിൽ ഇന്ന് അതിന്റെ വില 1000 രൂപയാണ്. ആ ഷെയറിന്റെ വില 1000 രൂപയാണ്. ആ ഷെയർ ബ്രിജിത്ത വിൽക്കുന്നു, നിജിന് വിൽക്കുന്നു. നിജിൻ അത് വാങ്ങുന്നു. ഇതിലെ 1000 രൂപയും ആർക്ക് പോവും? ബ്രിജിത്തക്കല്ലേ പോകാൻ പാടുള്ളൂ അല്ലെ? അതിൽ ബാക്കി 990 രൂപ ബ്രിജിത്ത റിലയൻസിന് കൊടുക്കുവോ? ഇല്ല, കൊടുക്കില്ലല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ആദ്യമായിട്ട് റിലയൻസിൽ നിന്നും ബ്രിജിത്ത വാങ്ങുന്നതിനെ പ്രൈമറി മാർക്കറ്റ് ഓപ്പറേഷൻ എന്നും പിന്നീട് വാങ്ങിയ ആൾക്കാർ മാർക്കറ്റിൽ അത് വിൽക്കലും വാങ്ങലും നടത്തുന്നതിനെ സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേഷൻ എന്നും പറയുന്നു. അപ്പൊ പ്രൈമറി മാർക്കറ്റിൽ എന്താ ഉണ്ടാവുക? പണം വേണ്ട കമ്പനികള് അവരുടെ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? പ്രൈമറി മാർക്കറ്റ്. അതിനുശേഷം ആ സെക്യൂരിറ്റികൾ വാങ്ങിയ ആൾക്കാര് കൈമാറ്റം, പരസ്പരം കൈമാറ്റം ചെയ്യുന്ന മാർക്കറ്റാണ് ഏത്? സെക്കൻഡറി. ക്ലിയർ ആണ്? ഇടയ്ക്ക് ഓർക്കുക, നിങ്ങൾ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി, സ്ഥലത്തിന്റെ വില കൂടി, നിങ്ങൾ ആ സ്ഥലം വിറ്റാല് നിങ്ങൾക്ക് തന്ന ആൾക്കാർ ലാഭം കൊടുക്കുവോ? കൊടുക്കൂല. അപ്പൊ ഒരു അസറ്റാണ് നിങ്ങൾ വാങ്ങണത്. ഷെയർ ഈസ് എൻ അസറ്റ്. അയ്യ അങ്ങനെ സാറേ, ഷെയർ ലൈബിലിറ്റി അല്ലേ? അത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അല്ലേ? ഫോർ റിലയൻസ് ഷെയർ ഈസ് എ ലൈബിലിറ്റി, ഫോർ മീ ഷെയർ ഈസ് എൻ അസറ്റ്. ഞാനൊരു അസറ്റ് വാങ്ങി, ആ അസറ്റിന്റെ വില കൂടിയാൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? അതാണ് സെക്കൻഡറി മാർക്കറ്റ്. ക്ലിയർ ആണ്? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പിന്നെ അതർ ഫോം ഓഫ് കൈവായ്പയെ കൊടുക്കുന്ന മാർക്കറ്റുകളെയാണ് നമ്മൾ അതർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതത്ര ഡെവലപ്ഡ് മാർക്കറ്റ് അല്ല. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് പഠിക്കാൻ വരുന്നില്ല അത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ഫിനാൻഷ്യൽ മാർക്കറ്റിന് 2 കമ്പോണന്റ് പറഞ്ഞു. ഏതൊക്കെയാണ്? മണി മാർക്കറ്റും സെക്യൂരിറ്റീസ് മാർക്കറ്റ് അല്ലെ? ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്? 1 വർഷത്തെ പീരീഡിലുള്ള സാധനമാണ് ഉണ്ടാവുക മാക്സിമം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ആരാ റെഗുലേറ്റർ എന്നാ ഞാൻ പറഞ്ഞേ? റിസർവ് ബാങ്ക്. ആവശ്യമായ സിറ്റുവേഷൻ സെക്യൂരിറ്റീസ് ആകുമ്പോൾ സെബിയുടെ റെഗുലേഷനും കൂടെ അതിൽ വരും കേട്ടോ. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ 2ആയിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞു. സെക്യൂരിറ്റീസ് മാർക്കറ്റും അതുപോലെ അതർ ഫോം ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങും. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്തായി തരംതിരിക്കാന്ന് പറഞ്ഞേ? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി. ക്ലിയർ ആണ്? പ്രൈമറി സെക്കൻഡറി മാർക്കറ്റും. ഇനി ഈ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് ആൾക്കാർ വേണ്ടേ? ഇപ്പൊ ലുലു ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലുലുവിൽ പോയിട്ട് സാധനം വാങ്ങും? ഇപ്പൊ ലുലു ആരാ? ഒരു ഇന്റർമീഡിയറി അല്ലെ? ഒരു ഇന്റർമീഡിയറിയാണ്, ഇടനിലക്കാരൻ അല്ലെ? നമ്മുടെ നാട്ടിലെ ഗോവിന്ദേട്ടന്റെ കട നമ്മുടെ ഇടനിലക്കാരനല്ലേ അല്ലെ? നിങ്ങളുടെ നാട്ടിലൊരു കടയുണ്ടാവും അല്ലെ? ആ കടയിൽ കൂടെ അല്ലേ നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത്. അപ്പൊ ആ കടയിൽ നമ്മൾ എന്താ പറയുക? ഇന്റർമീഡിയറി. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ധാരാളം ഇന്റർമീഡിയറീസ് ഉണ്ട്. വാങ്ങുന്ന ആൾക്ക് വേണ്ടി വരാം, വിൽക്കുന്ന ആൾക്ക് വേണ്ടി വരാം, ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പലതരം ആൾക്കാർ അവിടെയുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഡിഫറെന്റ് ഇന്റർമീഡിയറീസ് ഉണ്ട്. എത്ര ഇന്റർമീഡിയറീസ് ഉണ്ട്? ഒന്ന് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. ഇപ്പോൾ നിജിന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഇയാൾക്കത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് വരുമാനം കിട്ടും, അല്ലെങ്കിൽ അത് നോക്കാനുള്ള ജ്ഞാനം, ബുദ്ധി, വിവരം അയാൾക്കില്ലെങ്കിലോ? ഇത് ചെയ്തു കൊടുക്കാൻ ആൾ വേണ്ടേ അല്ലേ? നമ്മൾ ആ പൈസ ഒരു മ്യൂച്വൽ ഫണ്ടിനോ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനോ ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനോ അവരൊക്കെ ഇത് കൊടുക്കും. എന്നിട്ട് അവരോട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ പറയും. അവരെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ക്വാളിഫൈ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അതിനകത്ത് എന്താണ്? അത് ഒരു സെപ്പറേറ്റ് സാധനമല്ല. ദർ ആർ സോ മെനി പീപ്പിൾ അണ്ടർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ, ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഒക്കെ ആരാണ്? ക്വാളിഫൈഡ്. അപ്പൊ എന്താണ് ക്വാളിഫൈഡ്? അപ്പൊ ആരാ ക്വാളിഫൈ ചെയ്യുക? ഏതെങ്കിലും ഒരു റെഗുലേറ്റർ. ഇപ്പം നമ്മുടെ നാട്ടിൽ ആരാണ് റെഗുലേറ്റർ? സെബി പറയും, അവരെ ലൈസൻസ് കൊടുക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപത്തിൽ രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾക്ക് വേണ്ടി സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. ഒരു ഇന്റർമീഡിയറിയാണ്. സോ യു കാണ്ട് ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ടു ദ മാർക്കറ്റ്. യു ഡോണ്ട് വാണ്ട് ടു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ അതിനുള്ള കഴിവില്ലെങ്കിൽ സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഏരിയ ഈ പഠിപ്പിക്കലാണ്. ഞാൻ നാളെ പെട്രോളിയം ഇൻഡസ്ട്രിയെ കുറിച്ച് അതിൽ എനിക്ക് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുണ്ട്, പക്ഷെ അതിനെ ട്രാക്ക് ചെയ്യാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ സമയമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക?
കഴിവുള്ള ആൾക്കാർക്ക് ഈ പൈസ കൊടുക്കും അല്ലേ? അപ്പൊ അവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ, അവർ നമുക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് അവരുടെ ചെലവെടുത്ത് ബാക്കിയുള്ള പൈസ നമുക്ക് തരും. നമുക്ക് ലാഭമല്ലേ, ഒരു പണി എടുക്കണ്ടല്ലോ. ബാങ്കുകളൊക്കെ അതിൽ ചെയ്യണേ. നിങ്ങളുടെ പൈസ നിങ്ങൾ എടുത്തേക്കാൻ കൊടുക്കുമ്പോൾ ആ പൈസ നാട്ടിലേക്ക് കടം കൊടുത്ത് അവരിന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി ചെറിയ ഇൻട്രസ്റ്റ് തരുന്നില്ലേ? അടുത്തത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. എന്താ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ? അപ്പൊ ഇന്ത്യൻ അല്ല, ഉറപ്പായി ഫോറിനാ. നമുക്കാച്ചാൽ ഫോറിൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ? ഒരെണ്ണത്തിനെ പോർട്ട്ഫോളിയോ എന്ന് പറയുമോ? ഇല്ല. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത് തയ്യാറല്ലെങ്കിൽ, അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ, നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കൊടുക്കുന്ന കമ്പനികളുണ്ടാകാം, SEBI രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ടാകാം, അവർക്ക് പണം കൊടുക്കുന്നു, അതുവഴി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സർ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയറും ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററും സെയിം അല്ലേ? അല്ല. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ഭയങ്കര ലാർജ് സ്കെയിലാണ് ചെയ്യുക. ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ സ്മോൾ സ്കെയിലാണ് ചെയ്യുക. അപ്പോൾ കൃഷ്ണവേണ്ട കയ്യിൽ ഒരു 15 ലക്ഷം രൂപയുണ്ട്. അതാര് ചെയ്യും? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ചെയ്യും. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന 500 കോടി 1000 കോടിയൊക്കെ ആയിരിക്കും. അതാണ് അതിന് വ്യത്യാസം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഉദാഹരണം, അമേരിക്കയിലെ 500 പേര് അവിടുത്തെ MNZ എന്ന് പറയുന്ന കമ്പനിയിൽ പണം കൊടുക്കുന്നു. ആ കമ്പനി സെബിയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കി അവരുടെ ചെലവ് എടുത്തിട്ട് ബാക്കിയുള്ള ലാഭം അവർക്ക് കൊടുക്കണം. എന്താ പറയുക? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ക്ലിയർ ആണ്. ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സെബിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഗുലേറ്റേഴ്സിന്റെ സ്പെസിഫിക് റെഗുലേഷന്റെ ഉള്ളിൽ വരാതെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് റിസർവ് ബാങ്ക് അംഗീകരിച്ച അല്ലെങ്കിൽ PFRDA പറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അവർ അംഗീകരിച്ച, അല്ലെങ്കിൽ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അവർ അംഗീകരിച്ച, അല്ലെങ്കിൽ സെബി അംഗീകരിച്ച അല്ലാതെ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണമുണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പറയുന്ന ഓമനപ്പേരാണെന്ത്? ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എവിടെയും പറയാത്തത് പറയുന്ന ആൾക്കാരാണ് ആര്? ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ. ഈ ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ആണോ? അല്ല. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആണോ? അല്ല. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയർ ആണോ? അല്ല. അതല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താണ്? അവര് വേറെ ഒരു നിയമത്തിലും അവരെ കുറിച്ച് പറഞ്ഞിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഒരു റെഗുലേറ്റേഴ്സും അവരെ റെഗുലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വേറെ ആരെങ്കിലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ന് പറയുന്ന ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വെഞ്ചർ? ഡോണ്ട് വെഞ്ചർ ഇൻ ടു റിസ്ക്. അതൊരു ഡേഞ്ചറസ് വെഞ്ചർ ആണല്ലോ. എന്താ വെഞ്ചർ? ഉദ്യമം. മലയാളം ഉദ്യമം, ഒരു പുതിയ കാര്യം തുടങ്ങുക എന്നാണ്. അപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ എന്താക്കുന്നത്? ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ കൊടുക്കുന്ന ആള്. അപ്പൊ ആരായിരിക്കും? നമ്മൾ പഠിച്ച രീതി വെച്ചിട്ട് ആർക്കായിരിക്കും പണം കൊടുക്കുക? ഇവര്. നിങ്ങൾക്ക് അറിയാടോ ഇത്? നിങ്ങൾ പേടിക്കുകയാണ് പറയാൻ. ഒരു അറപ്പ് ഉളുപ്പ് ഇതുണ്ടായ കഴിഞ്ഞു കഥ. കാരണം ഒരു കമ്പനി സെക്രട്ടറിയെ തൊലിങ്ങനെ ഒഴിക്കും ബോർഡ് മീറ്റിംഗിൽ നിർത്തിയിട്ട്, അവിടെ സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. നോ സാർ, ദാറ്റ് ഈസ് റോങ് സാർ, തെറ്റാണ് സാർ, അങ്ങനെ ചെയ്യാൻ പാടില്ല സാർ, അക്കോർഡിംഗ് ടു ദിസ് പ്രൊവിഷൻ ഓഫ് കമ്പനി ലോ, തെറ്റാണ് സാർ, ഇത് പെനാൽറ്റി വരും എന്ന് പറയാൻ ധൈര്യം വരണം. മനസ്സിലാവുണ്ടോ? കമ്പനി സെക്രട്ടറി അയ്യോ പാവം മനുഷ്യന്മാർക്കൊന്നും കമ്പനി സെക്രട്ടറി ഒരു കാര്യമില്ല. അവര് 500 രൂപയ്ക്ക് സൈൻ ചെയ്തിട്ട് അവസാനം പറയും എന്ത് കമ്പനി സെക്രട്ടറി ഒന്നും പോരാട്ടോ, പ്രൊഫഷൻ നന്നല്ല. എന്ത് പ്രൊഫഷൻ? 500 രൂപ കിട്ടും ഒരു സിഗ്നേച്ചറിനെ. ആ പണിയെടുക്കാൻ വേണ്ടി എന്താ? നല്ല ധൈര്യം വേണം. നിങ്ങൾക്കറിയാം ഞാൻ ചോദിച്ച ഉത്തരം. ആർക്കാ വേണ്ടേ? സ്റ്റാർട്ടപ്പല്ലേ ക്യാപിറ്റൽ വേണ്ടുന്ന വെഞ്ചറുകള്. അപ്പൊ സ്റ്റാർട്ടപ്പ് പോലത്തെ ഓർഗനൈസേഷന് ഫണ്ട് കൊടുക്കുക. എന്താ സ്റ്റാർട്ടപ്പിന്റെ പ്രത്യേകത? അനുഭവമാണ് ഹൈ റിസ്കി. കൊടുത്ത പൈസ പോവാനുള്ള സാധ്യതയാണ് കൂടുതൽ, അല്ലെ? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ആള് അയാളൊരു ലക്കൻ അടിച്ചു നോക്കിയായിരിക്കും, അത് പൊളിഞ്ഞാലോ പണം പോവും. അപ്പൊ അങ്ങനെ ഹൈ റിസ്കി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിലെ പുതിയ വെഞ്ചറുകളിൽ ഫണ്ട് കൊടുക്കുന്ന സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറി ആണ് ആര്? വെഞ്ചർ ക്യാപിറ്റൽസ്. ഈ സെബി രജിസ്ട്രേഷൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതായത് നിയമത്തിന് അംഗീകരിക്കാത്ത ഒന്നുമില്ല. അടുത്തത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. ആങ്കർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ദേവന്റെ മനസ്സിൽ വന്നേ. ആങ്കർ എന്ന് പറഞ്ഞപ്പോ ഒരു 3
ഇതുള്ള ഈ നങ്കൂരം എന്ന് പറയും, നങ്കൂരം. കപ്പൽ നങ്കൂരം ഇട്ടു എന്നൊക്കെ പറയും. കണ്ടോ നിങ്ങൾ? ഒരു 3 ഇങ്ങനെ ആംഗിളുള്ള സാധനം ഉണ്ടാവും. ഇതിനെങ്ങനെ എറിഞ്ഞിട്ട് എവിടെയെങ്കിലും കുടുക്കിട്ട് അതിങ്ങനെ വലിച്ചാൽ നിൽക്കണമെന്ന് നങ്കൂരം. അപ്പൊ ആങ്കർ ഇൻവെസ്റ്റർ എന്ന് ആരായിരിക്കും? ആങ്കർ അതാണ് ഇൻവെസ്റ്റർ. ഇപ്പൊ എന്താണ്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ എപ്പോഴാ കപ്പൽ നങ്കൂരിടുക? ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് പെർട്ടിക്കുലർ ഷോറിൽ എത്തുമ്പോൾ അവിടെ കുറച്ചു നേരം നിർത്തിയിടുന്നു. പക്ഷെ അവർ തിരിച്ചു പോകാൻ തയ്യാറാണോ? തീരത്ത് നിന്ന് തിരിച്ച് വെള്ളത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ നങ്കൂരം അവിടെ ഇടുന്നത്. ഒരു കമ്പനി ആലോചിച്ചോക്കെ, ഒരു കമ്പനി ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ലെവൽ ഓഫ് ഗ്രോത്ത് കമ്പനിക്ക് വരികയാണ്. അടുത്ത ലെവൽ ഓഫ് ഗ്രോത്ത് കമ്പനിക്ക് വരികയാണ്. ആ ഗ്രോത്തിലേക്ക് എത്താൻ ഇടയിൽ നമുക്കൊരു ബ്രിഡ്ജ് വേണം, ഒരു കുഷൻ വേണം, വേണ്ടേ? ആ ഇടയിൽ ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. നിങ്ങൾ എവിടെയാണോ എത്തിയിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കുന്നതിനും അടുത്ത ലെവലിലേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നവരുമാണ് ആര്? ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. അത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ മലയാളത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പേര് തന്നെ എല്ലാം. ആങ്കർ ഇൻവെസ്റ്റർ എപ്പോഴാണ് ഉണ്ടാവുക? ഇപ്പൊ ഞാനൊരു ബൈജൂസ് ആണെങ്കിൽ ഞാനൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്, അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ലെവലിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാനുള്ള ഫണ്ട് എനിക്ക് തരും. ഞാൻ അതിനുശേഷം എന്ത് ചെയ്യണം? മറ്റുള്ള ഫണ്ടൊക്കെ കണ്ടെത്തിക്കൊള്ളണം. പക്ഷെ ആ ലെവൽ അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവരാണ് ആര്? ആങ്കർ. ഒരു ബിസിനസിന്റെ പല സ്റ്റേജസ് ഇല്ലേ, ഓരോ സ്റ്റേജിലും. ദെൻ അടുത്തത് ആരാണ്? HNI. എന്താ HNI പറഞ്ഞാൽ? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ. ഒരു നല്ല നമ്മുടെ നാട്ടിൽ പൈസക്കാരൻ എന്ന് പറയില്ല നമ്മള്, പൈസക്കാരൻ. HNI കൂടുതൽ ആവശ്യത്തിലധികം പൈസ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? പണം ഇൻഡിവിജ്വൽസ് ആണ് HNI, വ്യക്തികൾ. അതൊക്കെ നമ്മൾ ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ പറഞ്ഞത്. ഇതൊരു വ്യക്തിയാണ്. ഇയാളുടെ കയ്യിൽ ഇൻവെസ്റ്റബിൾ സർപ്ലസ് ധാരാളമുണ്ട്. ഒരു 20 ലക്ഷത്തിൽ കൂടുതൽ 2 കോടിയിൽ മേലെ ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉണ്ട്. അത് ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആൾക്കാർ നമ്മൾ എന്ത് പറയും? HNI എന്ന് പറയും. ഇനി 2 കോടിയിലും താഴെയുള്ള ആൾക്കാരാണ്, 20 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയും? എമർജിങ് HNIs എന്ന് പറയും. അതായത് കയ്യിൽ ധാരാളം ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉള്ള ഒരാളെയാണ് HNI എന്ന് പറയുന്നത്. അയാൾ 2 കോടിയിലും മേലെ ഇൻവെസ്റ്റബിൾ സർപ്ലസ്, 2 കോടി വരെ ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? HNI, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പണക്കാർ. അത്രേ ഉള്ളൂ. ദെൻ ഇതൊക്കെ ഇന്റർമീഡിയറ്റ്സ് ആണ്. മെർച്ചന്റ് ബാങ്കർ. പറഞ്ഞു. എന്താ മെർച്ചന്റ് ബാങ്കർ? പറഞ്ഞു. നിനക്കറിയാം? അറിയില്ല തോന്നുന്നുണ്ടോ? പക്ഷെ തെറ്റാവൂന്ന് വെച്ചിട്ടല്ലേ, രാജസർ കളിയാക്കെന്ന് പഠിച്ചിട്ടല്ലേ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെയാണ്. പറഞ്ഞു. നീയെ ഉളുപ്പ് പോട്ടെ, രാജു സാറ് കളിയാക്കും. അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് പറയണേ. പറഞ്ഞു. ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്ന പൈസ മെർച്ചന്റ് ബാങ്കർ വഴിയായിരിക്കും. സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ്. ഒരു പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആക്ടിവിറ്റികൾ എല്ലാം ചെയ്യുന്ന ഒരാളാണ് ആര്? മെർച്ചന്റ് ബാങ്കർ. ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്നത് മുതൽ, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് മുതൽ, ബ്രോക്കറെ അപ്പോയിന്റ് ചെയ്യുന്നത് മുതൽ, അണ്ടർറൈറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് മുതൽ, പൈസ കളക്ട് ചെയ്ത് ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്ന ആൾക്കാരാണെന്ത്? മെർച്ചന്റ് ബാങ്കർ. സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ് ആരുണ്ടാവുക? മെർച്ചന്റ് ബാങ്കർ. ഒരു മെർച്ചന്റ് ബാങ്കർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി സെക്യൂരിറ്റി മാർക്കറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് മെർച്ചന്റ് ബാങ്കർ. സെബി രജിസ്റ്റേർഡ് ആയിരിക്കണം. അടുത്തത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസ്. ആരാ? RNT. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് ഷെയർ ട്രാൻസ്ഫർ, ട്രാൻസ്മിഷൻ ഒന്നും ചെയ്യാൻ ആൾക്കാരുണ്ടാവണമെന്നില്ല. ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ചെറിയ കമ്പനി ആയിരിക്കാം. അതുപോലെ വൺസ് ഇൻ എ വൈൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ, അത് ഭയങ്കര ചിലവുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി രജിസ്ട്രാർ. എന്താ രജിസ്ട്രാർ പറഞ്ഞാൽ? ഷെയറൊക്കെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ. ട്രാൻസ്ഫർ ഏജന്റ് പറയുന്നതാണ് ഒരാളിൽ നിന്നും വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ 2 ആക്ടിവിറ്റികളും നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമതൊരു കമ്പനിക്ക് എന്ത് ചെയ്യാം? ഔട്ട്സോഴ്സ് ചെയ്യാം. അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസ്. MCS, SBI ക്യാപ്സ്, കാർവി എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ അങ്ങനത്തെ കമ്പനികളാണ് കേട്ടോ. ദെൻ ഇതൊക്കെ നമ്മൾ ഇനിയും പഠിക്കാം കേട്ടോ. ഇതൊക്കെ ഇനിയും പഠിക്കാം. അണ്ടർ റൈറ്റർ. എന്താ അണ്ടർ റൈറ്റ് ചെയ്യുക പറഞ്ഞാൽ? നമ്മളൊരു സെക്യൂരിറ്റി വിൽക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് അടിപൊളിയാണ്, എല്ലാവരും വാങ്ങുന്നത്. പക്ഷെ ആരും വാങ്ങാതിരിക്കാലോ അല്ലേ? അത് റിസ്ക് അല്ലേ? ഒരു പബ്ലിക് ഇഷ്യൂ നടത്താൻ ചെറിയ പൈസ മതിയോ? ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് നമ്മൾ 2 കൊല്ലം മുമ്പ് പരസ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചെയ്ത് തുടങ്ങിയില്ല? ഇപ്പോൾ TV-ലൊക്കെ പരസ്യം ഉണ്ടാവും. ഞങ്ങളുടെ കമ്പനി അങ്ങനെയാണ്, പുതിയ പ്രോഡക്റ്റ് ഇങ്ങനെയാണെന്നൊക്കെ പരസ്യം കാണാം.
അപ്പോൾ അങ്ങനത്തെ പരസ്യം ഉണ്ടാവും. പിന്നെ മെർച്ചന്റ് ബാങ്കറെ അപ്പോയിന്റ് ചെയ്യും, അയാൾ കോടികളാണ് ഫീസ് വാങ്ങുക, അയാൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കും, ബ്രോക്കറെ അപ്പോയിന്റ് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും, പബ്ലിക്കേഷന് പേപ്പർ അഡ്വർടൈസ് ചെയ്യും, ആ സാധനം ന്യൂസ് പ്രിന്റ് ചെയ്യും, ആൾക്കാരെ പബ്ലിക്കേഷൻ നടത്തും. അവസാനം പൈസ കിട്ടിയിട്ട് പബ്ലിക്കേഷൻ വേണ്ടെന്ന് വെച്ചാലോ, പൈസ കിട്ടിയില്ലെങ്കിലോ, ഈ പൈസയൊക്കെ നഷ്ടമല്ലേ? ഇത് ഹ്യൂജ് ലോസ് അല്ലേ കമ്പനിക്ക്? ഇമേജ് ലോസും ഇല്ലേ? ആ കമ്പനി ഉണ്ടല്ലോ, ഏതാ കമ്പനി അറിയോ? കണ്ടില്ല, മുംബൈ പബ്ലിക്കേഷൻ നടത്തിയിട്ട് പൈസ ഇടാത്ത കമ്പനി ആയിരുന്നു, ഇൻവെസ്റ്റ് ചെയ്യല്ലേ, പിന്നെ ക്യാപിറ്റൽ കിട്ടും, പിന്നെ എപ്പോഴെങ്കിലും ക്യാപിറ്റൽ കിട്ടുമോ? ഒരിക്കലും കിട്ടും. ഇത് ഭയങ്കര റിസ്ക് ആണ്, ഒരു കമ്പനിക്കുള്ള വാല്യൂ റിസ്ക് ആണത്. മോണിറ്ററി ആൻഡ് വാല്യൂ റിസ്ക്, രണ്ട് റിസ്ക് ആണ്, സാമ്പത്തിക റിസ്ക്കും വാല്യൂ റിസ്ക്കും, ഇമേജും പോകും. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിനൊരു ഇൻഷുറൻസ് എടുക്കും. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ അതിന് വേണ്ടുന്ന കവറേജ് കിട്ടാൻ വേണ്ടിയല്ലേ ഇൻഷുറൻസ് എടുക്കുന്നത്. അതുപോലെ ഒരു പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ പബ്ലിക് ഇഷ്യൂ അഥവാ പരാജയപ്പെട്ടാൽ അതിന് ഞങ്ങൾ ഗ്യാരണ്ടി തരാം എന്ന് നമ്മളോട് പറയുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയും? അണ്ടർ റൈറ്റർ. അയാൾക്ക് നമ്മൾ അതിന് കമ്മീഷൻ കൊടുക്കണോ? ആരെങ്കിലും പൈസ ഇല്ലാണ്ട് കൊടുക്കണമല്ലോ. വെറുതെ ആരും എന്തിനും ചാരിറ്റി ചെയ്യോ? ദൈവം ഒന്നുമല്ല അങ്ങനെ, ദൈവത്തിനടക്കം പുഷ്പാഞ്ജലിക്ക് പൈസ കൊടുക്കണം. അപ്പൊ എന്താണ്? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അയാൾക്ക് എന്ത് കൊടുക്കും? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റർ. അപ്പൊ ആരാണ് എവിടെ രജിസ്റ്റർ ചെയ്യാം? സംശയം ഉണ്ടോ? എന്തെങ്കിലും സെബിയിൽ രജിസ്റ്റർ ചെയ്യാം. അടുത്തത് ബാങ്കർ ടു എൻ ഇഷ്യൂ. എന്താ ഈ ബാങ്കർ ടു എൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ? ഒരു പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൈസ വാങ്ങാൻ ഒരു ബാങ്കറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണ്ടേ. അത് നമ്മുടെ ബാങ്ക് തന്നെ ആവണമെന്നുണ്ടോ? നിർബന്ധമൊന്നുമില്ല, പുതിയൊരു ബാങ്കിനെ ആവാം. അത് മെർച്ചന്റ് ബാങ്കറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ബാങ്കർ ടു ഒരു പബ്ലിക് ഇഷ്യൂ മാർക്കറ്റിലേക്ക് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മോണിറ്ററി ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ബാങ്കേഴ്സ് നമ്മൾ എന്ത് പറയും? ബാങ്കർ ടു എൻ ഇഷ്യൂ എന്ന് പറയും കേട്ടോ. അതിപ്പോ എന്റെ ബാങ്ക് HDFC ബാങ്ക് ആണ്. അപ്പൊ ഞാനൊരു പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ HDFC ബാങ്ക് കൂടെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ വേറെ ബാങ്ക് ആവാം. അവർ നമ്മൾ എന്ത് പറയും? ബാങ്ക് ആ ഇഷ്യൂവിന് വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന ബാങ്കിനെയാണ് ബാങ്കർ ടു എൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചർ ട്രസ്റ്റീസ്. എന്താ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഡിബഞ്ചർ? കടപ്പത്രം, ലോൺ ഡോക്യുമെന്റ് അല്ലെ? കമ്പനികൾ ലോൺ എടുക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്നതാണ് ലോൺ ഡോക്യുമെന്റ്. ഈ ലോൺ ഡോക്യുമെന്റ് കടലാസ് കൊടുത്തതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടീഡ് ആണോ? അല്ല. അവരുടെ സെക്യൂരിറ്റികൾ ഗ്യാരണ്ടീഡ് ആണ് എന്ന് നോക്കുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ആര്? ഡിബഞ്ചർ ട്രസ്റ്റികൾ. അപ്പൊ ഡിബഞ്ചർ ട്രസ്റ്റി ആരാ? ഈ ഡിബഞ്ചറിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ താല്പര്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നതാണ് ആര്? ഡിബഞ്ചർ ട്രസ്റ്റീസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഡിബഞ്ചർ ട്രസ്റ്റീസ്. അപ്പൊ ഈ ഇതൊക്കെ ആരാണ്? സെബി. ഇനി കുറെ ആൾക്കാരുണ്ട്, നമ്മൾ ഇനി പിന്നെ പഠിക്കാം കേട്ടോ. ഡിബഞ്ചർ ട്രസ്റ്റ് ഇങ്ങനെയുള്ള ഇന്റർമീഡിയറീസിനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അടുത്തത് അപ്പൊ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ? ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ പഠിച്ചില്ലേ? ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസിനെ മനസ്സിലാക്കിയില്ലേ? ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റുകൾ വഴിയാണ്, സെക്യൂരിറ്റികൾ വഴികളാണ് കമ്പനികൾ ലോൺ എടുക്കുന്നത്, മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത്? ഒന്ന്, ഷെയർ പറഞ്ഞ എന്താണ്? വിഹിതം അല്ലെ? നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമല്ലേ ഷെയർ എന്ന് പറയുന്നത്? അത് ഷെയർ ഏതൊക്കെ ആകാം? നിങ്ങൾക്കറിയണം. ഇക്വിറ്റി ആകാം, പ്രിഫറൻസ് ആകാം. എന്താ ഇക്വിറ്റി എന്ന് പറഞ്ഞാല്? കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ട് ലാഭം കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ അർഹതയുള്ളവരും, കമ്പനി അവസാനിക്കുമ്പോൾ മാത്രം പൈസ ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ അർഹതയുള്ളവരുമാണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ആരാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്? അവർക്ക് ലാഭം ഉണ്ടാകുന്ന സമയത്ത് ഡിവിഡൻഡിന് അർഹത, പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഒരു ലിമിറ്റഡ് സമയം കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഏത് കമ്പനിക്കാ ഒരു കമ്പനി സെക്രട്ടറി വേണ്ടേ? ഏതൊരു കമ്പനിക്കാ വേണ്ടേ? 10 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് കമ്പനി സെക്രട്ടറി വേണം. So what are the components of paid up share capital? മനസ്സിലാക്കണം കേട്ടോ. ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ്. അതായത് ഒരു കമ്പനിക്ക് കമ്പനി സെക്രട്ടറി വേണമോ എന്ന് നോക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഇക്വിറ്റിയും പ്രിഫറൻസും ഒന്നല്ല, രണ്ടും രണ്ട് ക്യാപിറ്റലാണ്. പക്ഷെ രണ്ടും കൂടെ ചേർന്ന എമൗണ്ട് നോക്കിയിട്ടാണ് ഒരു കമ്പനിക്ക് കമ്പനി സെക്രട്ടറി വേണമോ വേണ്ടയോ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കമ്പനി സെക്രട്ടറി വേണമെന്നുണ്ടോ? പബ്ലിക് കമ്പനിക്ക് മാത്രം പോരെ? പോരാ. 10 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള എല്ലാതരം കമ്പനികൾക്കും ആര് വേണം? കമ്പനി. ആരൊക്കെ എക്സംഷൻ ഉള്ളൂ? 1% കമ്പനി,
സെക്ഷൻ 8 കമ്പനി. എല്ലാ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് വേണം? കമ്പനി സെക്രട്ടറി വേണം. മനസ്സിലായോ? ഇത് തെറ്റിച്ചാ പോയില്ലേ, കഥ കഴിഞ്ഞു. അടുത്തത് ഡിബഞ്ചർ, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. മാർക്കറ്റിൽ നിന്ന് പണം റേസ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇഷ്യൂ ഡിബഞ്ചർ. എന്താണ് ബോണ്ട്? ഡിബഞ്ചറും ബോണ്ട് തമ്മിലെ വ്യത്യാസം, ബോണ്ട് കമ്പാരിറ്റീവ്ലി ലോങ് ടേം ആയിരിക്കും. ബോണ്ട് ഡിബഞ്ചർ കമ്പാരിറ്റീവ്ലി ഷോർട്ട് ടേം ആയിരിക്കും. എത്രയേ ഉള്ളൂ കേട്ടോ ബോണ്ട്. ദെൻ IDR. എന്താണ് IDR? ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്. നമുക്കൊന്ന് ചുമ്മാ അത് മനസ്സിലാക്കാം. നമുക്ക് ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഇന്റർപ്രറ്റ് എ വേർഡ്. അണ്ടർസ്റ്റാൻഡ് എ വേർഡ് എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദാറ്റ്? നമുക്കതിനെ മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യാം? അതിനെ ബ്രേക്ക് ചെയ്യാം. 3 വാക്കുകളായിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ, രണ്ടെന്താണ് ഡെപ്പോസിറ്ററി, മൂന്നെന്താണ് റെസീറ്റ്. എന്താ ഈ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഒരു സാധനം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന റെസീറ്റ് അല്ലേ ഡെപ്പോസിറ്റ് റെസീറ്റ്? അത് ഇന്ത്യയിലാണ് തരുന്നതെങ്കിൽ എന്തായി? മനസ്സിലായോ? അപ്പൊ ഇതിനർത്ഥം എന്താണ്? 3 തരം ഡെപ്പോസിറ്ററി റെസീറ്റ് ആണ് ലോകത്തുള്ളത്. മനസ്സിലായിക്കോട്ടോ. ഒന്ന് ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്. ദെൻ GDR, ഗ്ലോബൽ, അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്. ഇനി ഇത് ഇന്ത്യൻ കമ്പനികൾക്കാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളാണെങ്കിൽ അവർ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്. ക്ലിയർ ആണ്? ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു ഡെപ്പോസിറ്ററി റെസീറ്റ് വർക്ക് ചെയ്യുന്നത് ഐശ്വർ പറയും. ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിക്ക് അമേരിക്കയിൽ ബിസിനസ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ രാജാവാവും, പക്ഷെ ഇവിടെ നിങ്ങൾ ആരെയും അറിയില്ലല്ലോ. അറിയോ? കൃഷ്ണവേണി ആർക്കെങ്കിലും ഇവിടെ അറിയോ? നിങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ? അത്രേ ഉള്ളൂ. ഇൻഫോസിസ് ഇന്ത്യയിലെ സൂപ്പർ കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം. 140 കോടി ജനങ്ങളിൽ 139 കോടി ജനങ്ങൾക്കും ഇൻഫോസിസിന് അറിയാം. അമേരിക്കയിൽ ഇത്ര ആൾക്കാർക്ക് ഇതിനെ അറിയണ്ടാവോ? ഇല്ല. അമേരിക്കയിലേക്ക് ഒരു ബിസിനസ് ഉണ്ടോ? ഇന്ത്യയിൽ ഇവർക്ക് നല്ല പ്രോഫിറ്റ് ആണ്. അമേരിക്കയിൽ ഇവർക്ക് ബിസിനസ് ഉണ്ടോ? ഇല്ല. ഇൻഫോസിസിന് അമേരിക്കയിലേക്ക് പോകണം. മനസ്സിലാവുണ്ടാൻ പറഞ്ഞത് എന്താ? മനസ്സിലാക്കാൻ പറഞ്ഞത് ഇതൊരു രസകരമായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഇതൊക്കെ മനസ്സിലാവും. ഇതിനിടയിൽ നിങ്ങൾ സിനിമയ്ക്കും കഥയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് ഇത് പറയണേ. ഇന്ത്യൻ ഡെപ്പോസിറ്ററീസ്, അമേരിക്കൻ ഡെപ്പോസിറ്ററീസ്. ഇൻഫോസിസിന് അമേരിക്കയിൽ പണം വേണം. ഇൻഫോസിസ് ഇന്ത്യയിൽ അടിപൊളി കമ്പനിയാണെന്ന് പറഞ്ഞോളൊന്നും അമേരിക്കയിൽ നിന്ന് പണം കിട്ടൂല. പണം കിട്ടുമോ? അവിടെ ഇനീഷ്യൽ ഒരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഇൻഫോസിസ്. അവിടെ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തിയാൽ അവിടുത്തെ എന്തെങ്കിലും ബിസിനസ് അവർക്ക് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ആരെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യുക? സാധാരണ അവര് ഇന്ത്യയിൽ നമുക്ക് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ പണം കിട്ടില്ലെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ് എന്ത്? ഇന്ത്യയിലെ ഷെയറുകൾ ആരൊക്കെ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഇൻഫോസിസിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് പറയാം, മക്കളെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്, അമേരിക്കയിൽ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യണം, അവിടെ ഞങ്ങൾ ADR ഇഷ്യൂ, എന്താണ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അതുവഴി ഫണ്ട് റേസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ബിസിനസ് ചെയ്യും. അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഷെയറിന്റെ വില കൂടും. അത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു 4 കൊല്ലം നിങ്ങൾ ഈ ഷെയർ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുടെ SBIയുടെ ഡെപ്പോസിറ്ററി അക്കൗണ്ടിലേക്ക് ഈ ഷെയറുകൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ കൃഷ്ണവേണി അത് കേൾക്കുകയാണ്. കൃഷ്ണവേണി എന്താ ചെയ്തത്? അയാളുടെ കയ്യിൽ ഒരു 10,000 ഇൻഫോസിസിന്റെ ഷെയർ ഉണ്ട്. അയാൾ അടുത്തൊരു 10 കൊല്ലത്തേക്ക് എനിക്കിത് വിൽക്കൊന്നും വേണ്ട, കമ്പനി വളരുകയാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ? കാരണം അമേരിക്കയിൽ പോയിട്ട് കമ്പനി വളർന്നാൽ എൻ്റെ ഷെയറിന്റെ വിലയും കൂടുമല്ലോ, ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ കൃഷ്ണവേണി എന്ത് ചെയ്തു? കൃഷ്ണവേണി ആ 10,000 ഷെയർ SBIയുടെ ഇൻഫോസിസിന്റെ SBIയുടെ ഡെപ്പോസിറ്ററി ബാങ്ക് എന്നാ പറയുക, ഇന്ത്യൻ കസ്റ്റോഡിയൻ ബാങ്കിലേക്ക് ഈ ഷെയർ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? കൃഷ്ണവേണിയാണ്. കൃഷ്ണവേണിക്ക് യാതൊരു നഷ്ടവുമില്ല. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞാൽ ഷെയർ സൂക്ഷിക്കാൻ കൊടുക്കും. ആരുടെ പേരില്? കൃഷ്ണവേണിന്റെ പേരില്. കൃഷ്ണവേണി ആ ഷെയർ എന്ത് ചെയ്യില്ല? ഒരു ട്രാൻസാക്ഷൻ ചെയ്യില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക്. ഇയാൾ ഈ ഷെയർ കൊടുക്കും. ഇങ്ങനെ കൃഷ്ണവേണിയെ പോലെ 100 ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ 100 × 10,000 ഷെയർ എവിടെ കിട്ടി? SBIയിൽ കിട്ടി. SBI എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇന്ത്യൻ കസ്റ്റോഡിയൻ. എന്താ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാല്? സൂക്ഷിക്കുന്ന ആളാണ് കസ്റ്റോഡിയൻ. അപ്പൊ ഈ ഷെയറുകൾ ഈ ഡെപ്പോസിറ്ററി റെസീറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇൻഫോസിസിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ സൂക്ഷിക്കുന്ന ബാങ്ക് ഏതാണ്? SBI. ആ SBIയിൽ ഈ ഷെയർ ഒക്കെ വന്നു. ഓക്കെ, ഈ ഷെയർ വന്നു കഴിഞ്ഞാൽ ഈ SBI എന്ത് ചെയ്യും? അവരുടെ അമേരിക്കൻ കൗണ്ടർ പാർട്ടി കസ്റ്റോഡിയൻ ബാങ്ക് ഉണ്ടാവും. അമേരിക്കയിൽ ഇവരുടെ റെപ്രസെന്റിംഗ് ബാങ്ക് ഉണ്ടാവും. അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് എന്ന് എഴുതാം.
അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിനോട് അവർ ഇൻഫോം ചെയ്ത് നോക്കൂ, ഒരു പേടിയും പേടിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ 100x10,000 ഇത്രയും ഷെയർ ഇൻഫോസിസിനോട് വന്നിട്ടുണ്ട്, ഞങ്ങളത് സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂ ഇത്ര, ഇന്നത്തെ മാർക്കറ്റ് വാല്യുവേഷൻ ഉണ്ട്, ഈ വാല്യൂ ഇത്രയാണ് വാല്യൂ, ഇതിന് $100 അല്ലെങ്കിൽ $10 ഡെപ്പോസിറ്ററി റെസീറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയും. അപ്പൊ ഇൻഫോസിസിന്റെ അവിടുത്തെ ആൾക്കാർക്ക് എന്താ കിട്ടുക, ഇവിടുത്തെ ഷെയറിന്റെ ഗ്യാരണ്ടിയുടെ മുകളില്, സെക്യൂരിറ്റിയുടെ മുകളില് അമേരിക്കയിലെ ഡോളറിൽ എന്ത് കിട്ടും, സെക്യൂരിറ്റി റെസിപ്റ്റ് കിട്ടും. അവിടെ ഷെയർ, ആ സെക്യൂരിറ്റി റെസിപ്റ്റ് വാങ്ങുന്ന ആൾക്ക് ഗ്യാരണ്ടി അല്ലേ, അഥവാ ഇതിന്റെ ബാക്ക് ബോണായിട്ട് എന്തുണ്ട്, ഇന്ത്യൻ ഷെയർ ഉണ്ട്, അപ്പൊ അയാൾക്ക് അത് സെക്യൂരിറ്റി ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റി റെസിപ്റ്റുകൾ ആ കമ്പനി എന്ത് ചെയ്യും, അമേരിക്കയിൽ വിൽക്കും. അവിടെയുള്ള ആൾക്കാർക്ക് ഷെയർ ഹോൾഡർ ആണോ, അല്ല. അവർക്ക് ഷെയറിന് മുകളിൽ വരുമാനം കിട്ടുമോ, കിട്ടില്ല. അവർക്ക് ആ സെക്യൂരിറ്റി റെസീറ്റിന്റെ മുകളിൽ ഉണ്ടാകുന്ന അപ്രീസിയേഷൻ, എന്താ അപ്രീസിയേഷൻ പറഞ്ഞാല് അതിന്റെ വിലയിൽ ഉണ്ടാകുന്ന കൂടുതലാണ് അവരുടെ ലാഭം. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യും, ഈ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് വഴി ഇൻഫോസിസ് അവിടുന്ന് പണം റിവേഴ്സ് പഠിക്കാം. അമേരിക്കയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരവിടെ എന്ത് ചെയ്യും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ഇഷ്യൂ ചെയ്യും ഇൻഫോസിസ്. അതിനെന്താണ് ഗ്യാരണ്ടി, കാരണം ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഒറ്റയടിക്ക് ഒരു പുതിയ രാജ്യത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടുന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്, അവിടെയുള്ള ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് അറിയില്ലായിരിക്കാം. അപ്പൊ ആ കമ്പനി എന്താ ചെയ്യുക, ആ കമ്പനി അവിടെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, എന്തെങ്കിലും ഒരു സാധനം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഗ്യാരണ്ടിയുടെ മുകളിൽ ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ആ കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഷെയറുകൾ, അവരുടെ കമ്പനിയുടെ ഷെയറുകൾ ഒന്നുകിൽ കമ്പനി നേരിട്ട് ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് അവരെന്ത് ചെയ്യുന്നു, കസ്റ്റഡിയിലേക്ക് വേണ്ടി, ഈ ADRന്റെ പർപ്പസിന് വേണ്ടി കസ്റ്റഡിയിലേക്ക് വാങ്ങിയ ഷെയറുകളുടെ ബേസിലോ അവരെന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, പബ്ലിക്കിൽ അനൗൺസ് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിനോട് പറയുന്നു, ഞങ്ങൾ അമേരിക്കയിലേക്ക് ബിസിനസ്സിന് പോവാണ്, ആ അമേരിക്കയിലേക്ക് ബിസിനസ് പോണ സമയത്ത് ഞങ്ങൾക്ക് പണം അവിടെ റേസ് ചെയ്യുന്നതിന് വേണ്ടി ADR ഇഷ്യൂ ചെയ്യണം. അത് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ അടുത്ത 5 വർഷത്തേക്ക് ഷെയർ ആവശ്യമില്ലാതെ വരാൻ സാധ്യതയുള്ളത് അവർക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇതുവഴി എന്തുണ്ടാകും, ADR പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും. നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് ഡിവിഡൻഡ് റൈറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഒന്നും ബാധിക്കുന്നില്ല. നിങ്ങളത് ഡെപ്പോസിറ്റ് തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഷെയർ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്ക് അമേരിക്കൻ ബാങ്കിനോട് പറയും, എന്ത്, നോക്ക് ഇത്ര ഡെപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ റെസീറ്റ് ഡോളറിൽ അവിടെ ഇഷ്യൂ ചെയ്താൽ പറയും. അത് ഏത് ഡിനോമിനേഷൻ വേണമെന്നുള്ളത് ആ മാർക്കറ്റ് അനുസരിച്ച് തീരുമാനിക്കും. അവിടുത്തെ ഡിനോമിനേഷനിൽ ആ റെസീറ്റ് ഇഷ്യൂ ചെയ്യും, ആ റെസീറ്റ് അവർ വിൽക്കും. അവിടെ വാങ്ങുന്ന ഷെയർ, റെസീറ്റ് ഹോൾഡർ ഓഫ് സെക്യൂരിറ്റി എന്താണ്, ഈ ഷെയർ ആണ് എന്റെ സെക്യൂരിറ്റി. അഥവാ ഏതെങ്കിലും കമ്പനി ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഇത് ഏതിന് മുകളിൽ, ഇത് ഷെയറിന് മുകളിൽ വരുത്തിയിട്ടുള്ളത്, ഈ കമ്പനി ലയബിൾ ആണ്, അല്ലെങ്കിൽ കമ്പനി ഓടിപ്പോവില്ല ഇവിടുന്ന്. അപ്പോൾ ആ റെസീറ്റിന് മുകളിൽ അവർ പണം റേസ് ചെയ്യും. ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഈ പണം വെച്ച് ബിസിനസ് വളരും. ആ ബിസിനസ് വളരുന്ന സമയത്ത് കമ്പനി എന്താ ചെയ്യുക, കമ്പനി ഈ ഡെപ്പോസിറ്റ് റെസീറ്റ് തിരിച്ചു വാങ്ങും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ആ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പൊ അമേരിക്കയിൽ നമ്മൾ ബിസിനസ് വളർന്നപ്പോൾ അവിടെ നമുക്ക് ഷെയർ ഉണ്ടോ, ഇല്ല. കമ്പനി IPO നടത്താൻ തീരുമാനിച്ചു. അപ്പൊ എന്താ ചെയ്യുക, നമ്മൾ ഇഷ്യൂ ചെയ്ത ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്ത വാങ്ങിയ ആൾക്കാരുണ്ടാവില്ലേ, അവരോട് പറയും, നിങ്ങൾ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് തിരിച്ചു തന്നോളൂ, നിങ്ങൾക്ക് അതിന് പകരം ഇത്ര ഷെയർ തരാം എന്ന് പറയും. എന്നിട്ട് ആ ഷെയറുകൾ കൊടുത്തിട്ട് ആ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് വാങ്ങിയിട്ട് ആ ഡെപ്പോസിറ്റ് റെസിപ്റ്റുകൾ ക്യാൻസൽ ചെയ്യും. അത് ക്യാൻസൽ ചെയ്ത് എന്താ ഉണ്ടാവുക, ഈ ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ തിരിച്ചു കിട്ടും. ക്ലിയർ ആണ്? ഒറ്റ പ്രാവശ്യം പറയില്ല, ഒരൊറ്റ പ്രാവശ്യം പറയാം. റിലയൻസ് വാണ്ട് ടു സ്റ്റാർട്ട് ബിസിനസ് ഇൻ മെക്സിക്കോ. ഇപ്പൊ GDR ആണ് പറയുന്നത്, ശ്രദ്ധിച്ചോണം. അമേരിക്കയിലാണെങ്കിൽ മാത്രം ADR, അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ എന്താണ്, GDR കേട്ടോ. റിലയൻസ് വാണ്ട് ടു സ്റ്റാർട്ട് ബിസിനസ് ഇൻ മെക്സിക്കോ. റിലയൻസ് എന്ത് ചെയ്യുന്നു, റിലയൻസിന് അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് IPO നടത്താൻ താല്പര്യമില്ല, അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒന്നുകിൽ റിലയൻസ് നേരിട്ട് ഈ GDR പർപ്പസിന്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസീറ്റ് പർപ്പസിന് അവരെന്ത് ചെയ്യും, ഒന്നുകിൽ ആ കസ്റ്റോഡിയൻ ബാങ്കിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇതിന്റെ ഓപ്ഷൻ കൊടുക്കും. രണ്ടാണെങ്കിലും ഈ ഷെയറുകൾ ഇന്ത്യയിലെ കസ്റ്റോഡിയൻ ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കും. ഈ കസ്റ്റോഡിയൻ ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ മെക്സിക്കോയിലുള്ള കൗണ്ടർ പാർട്ടി ബാങ്ക് ഉണ്ട്, അവിടുത്തെ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് ബാങ്ക് ഉണ്ടാവും. ആ ബാങ്കിന് എത്ര രൂപയുടെ എത്ര ഷെയർ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കസ്റ്റഡിയിലുണ്ട് എന്ന് ഇൻഫോം ചെയ്യും. അതിൻ്റെ ബേസിൽ മെക്സിക്കൻ ഡോളറിൽ അവരെന്ത് ചെയ്യും, അവർ അവിടുത്തെ റെസീപ്റ്റുകൾ ഇഷ്യൂ ചെയ്യും. റിലയൻസ് ഈ റെസീറ്റുകൾ അവിടുത്തെ സെക്യൂരിറ്റി മാർക്കറ്റിൽ വെച്ചിട്ട് അവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള പണം അവർ റേസ് ചെയ്യും. ആ റേസ് ചെയ്യുന്ന പണം ഉപയോഗിച്ച് അവർ ബിസിനസ് തുടങ്ങും. ബിസിനസ് തുടങ്ങിയിട്ട് ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് അവർ IPO നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് റെസീറ്റിന് അവർക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. അങ്ങനെ ബൈബാക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്താൽ ആ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മെക്സിക്കൻ റിലയൻസിന്റെ ഷെയർ കിട്ടും, ഇന്ത്യയിലെ ഷെയർ എല്ലാം റിലീസ് ചെയ്യും. ഫിനിഷ്ഡ്.
അപ്പൊ IDR എന്തായിരിക്കും? നേരെ തിരിച്ച് അല്ലെ. ഒരു മെക്സിക്കൻ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എന്താ ചെയ്യുക? സെയിം IDR. അപ്പൊ മനസ്സിലായില്ലേ? ADR, GDR, IDR. ദെൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. എന്താ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ഇൻവെസ്റ്റ്മെന്റ്, ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ സാധാരണക്കാരന് ഒരിക്കലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്, ഇപ്പോൾ ബോംബെയിൽ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങും? ഞാൻ വാങ്ങില്ല. എനിക്കറിയില്ല ബോംബെ, ഞാൻ ബോംബെയിൽ പോയിട്ടില്ല, ഞാൻ ബോംബെയിൽ സ്ഥലം വാങ്ങിയ എക്സ്പീരിയൻസ് ഇല്ല. എന്തിനാ ഞാൻ ബോംബെയിൽ സ്ഥലം വാങ്ങണേ? വിറ്റുപോയില്ലെങ്കിലോ, വില കുറഞ്ഞാലോ, പറ്റിക്കുകയാണെങ്കിലോ പ്രശ്നമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വലിയൊരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, വലിയൊരു ടൗൺഷിപ്പ് ഡെവലപ്പ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ടൗൺഷിപ്പുകൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വേണ്ടി വന്നേക്കാം. ഇത് നടത്തുന്ന ശോഭ സിറ്റി എന്ന് പറയുന്ന ശോഭ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ ലിസ്റ്റഡ് കമ്പനി ഒരു പെർട്ടിക്കുലർ സിറ്റി, തൃശ്ശൂരിൽ അല്ലെങ്കിൽ പാലക്കാട് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ധാരാളം ഫണ്ട് വേണ്ടേ? സാധാരണക്കാർ ഇതിൽ ക്യാപിറ്റൽ അല്ല, ഇത് ക്യാപിറ്റലായിട്ട് ഫണ്ട് വേണ്ട, അവർക്ക് എന്താ വേണ്ടത്? ലോൺ ആയിട്ടാണ് ഫണ്ട് വേണ്ടത്. നമ്മളിവർക്ക് ലോൺ കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് ഒക്കെ പൈസ ആയിട്ട് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. 4 കൊല്ലം കൊണ്ട് ബിൽഡിംഗ് കംപ്ലീറ്റ് ആവില്ല, 40 കൊല്ലം ചിലപ്പോൾ നിന്ന് പോകും. നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, എന്താണ് അർത്ഥം? മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്ത ബോണ്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത ഫണ്ട് സ്വരൂപിക്കുകയും ആ ഫണ്ടുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവരുമാണ് ആര്? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അപ്പൊ ഇതൊരു ട്രസ്റ്റ് ആയിരിക്കും, ഒരു റിയൽ എസ്റ്റേറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമതൊരാൾക്ക് വേണ്ടിയിട്ട് ഇവർ പണം, മ്യൂച്വൽ ഫണ്ട് പോലെ, മ്യൂച്വൽ ഫണ്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി INVIT എവിടെ? ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതിനർത്ഥം എന്തായിരിക്കും? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ, റോഡ്, റെയില്, ബ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതിലായിരിക്കും ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഈ ഇവരൊക്കെ ആര് രജിസ്റ്റർ ചെയ്തായിരിക്കും? സെബി രജിസ്റ്റർ ചെയ്തായിരിക്കും, സെബി റെഗുലേറ്റഡ് ആയിരിക്കും. ക്ലിയർ? അടുത്തത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ETF. അതായത് നമ്മൾ പൈസ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന വേറെ ഇൻസ്ട്രുമെന്റ്സുകളാണ് എക്സ്ചേഞ്ച് ട്രേഡഡ്, ETF എന്ന് പറയും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഗോൾഡ് ഫണ്ട്, ഗോൾഡ് ETF ഉണ്ട്, ഗോൾഡിന്റെ ETF ഉണ്ട്. സ്വർണം ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? നല്ല പൈസ ഉണ്ടാക്കിയില്ലേ? കഴിഞ്ഞപ്പോൾ 5 കൊല്ലം മുമ്പൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി. ഈ പൈസ സ്വർണ്ണമായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അപകടമല്ലേ? സ്വർണം വാങ്ങിയാൽ വീട്ടിൽ വെക്കണം, സൂക്ഷിക്കണം, മേക്കിംഗ് ചാർജ് കൊടുക്കണം, ഭയങ്കര റിസ്ക്കാണ്. ഇതിന് പകരം നമുക്ക് പേപ്പർ ഫോമിൽ സ്വർണം കിട്ടുകയാണെങ്കിലോ, സ്വർണം വേറൊരാൾ വാങ്ങി സൂക്ഷിക്കുന്നു, അതിന് പകരം അവർ നമുക്ക് റെസീപ്റ്റ് തരുന്നു. നമ്മുടെ അടുത്ത് 10 ഗ്രാമിൻ്റെ റെസീപ്റ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ? ഇല്ല. നമ്മൾ ആ സ്വർണത്തിന്റെ വിലയിലുണ്ടാകുന്ന വില വ്യതിയാനം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫണ്ട് മാത്രമാണ്. ആ ഫണ്ടിന്റെ കയ്യിലായിരിക്കും അസറ്റ് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർണം കിട്ടാനേ ചാൻസ് ഉണ്ടാവില്ല. ഗോൾഡ് ETF, ഗോൾഡിന്റെ പ്രൈസിന്റെ വേരിയേഷന് എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോൾഡ് ഇൻവോൾവ് ചെയ്യാത്ത ഫണ്ടുകളെയാണ് ഗോൾഡ് ETF. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡായിരിക്കും ആ ഫണ്ടുകൾ, പക്ഷെ നിങ്ങൾക്ക് ഗോൾഡ് കിട്ടില്ല. ഉദാഹരണം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് റിലയൻസിന്റെ ഷെയർ വേണം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുമോ? കൊടുക്കില്ല. മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുള്ളൂ? ആ കാശ് തിരിച്ചു കൊടുക്കുള്ളൂ, നിങ്ങൾക്ക് ആ സ്വർണം കിട്ടത്തില്ല. അപ്പോൾ ഗോൾഡിന്റെ പ്രൈസിന്റെ വേരിയേഷന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഗോൾഡ് ETF, സിൽവർ ETF അങ്ങനത്തെ ഒക്കെ പറയും. അതിന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് ഇനി പഠിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡയഗ്രാം മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദർ ആർ സോ മെനി തിങ്സ് വാട്ട് വി ലേൺ ഫ്രം ദിസ്. ഓക്കെ, ഞാൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ, ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇനി പറയാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് പോകാം നമുക്ക്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലോകത്തിലെ തന്നെ പുരാതനമായ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. നമ്മൾ അർത്ഥശാസ്ത്രമൊക്കെ പഠിക്കുകയാണെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ടാക്സ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇതിനെക്കുറിച്ച് അർത്ഥശാസ്ത്രം അറിയില്ലേ? അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ഇക്കണോമിക് ബുക്കാണ് എന്ത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഹൗ ടു ഹാവ് മണി, ഇക്കണോമിക്സ്, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ടാക്സ് എങ്ങനെ കളക്ട് ചെയ്യണം, ആരൊക്കെ ടാക്സ് കൊടുക്കണം, ടാക്സ് എന്തിന്റെ ബേസിലാണ് കൊടുക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് അർത്ഥശാസ്ത്രം. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണമുള്ള ആൾക്കാർ പണം ആവശ്യക്കാരന് കൊടുക്കുകയും അയാൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ലാഭവിഹിതം ഇയാൾക്ക് കിട്ടുകയും അങ്ങനെ കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നും 1% എന്തായിട്ടാണ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പുതുമയല്ല, 100 വർഷം മുമ്പ് ഉണ്ടായതൊന്നുമല്ല ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ റിക്വയർമെന്റ് കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രസന്റ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഹിസ്റ്ററി തന്നെ മോർ ദാൻ 200 ഇയേഴ്സ് ഓൾഡ് ആണ്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത് അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ വേണ്ടി ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് അവർ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ പണക്കാരായ ആൾക്കാരെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിയാൽ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയാലോ എന്ന് പേടിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? PAV തോമസ് അല്ലെങ്കിൽ പോപ്സൺസ് അല്ലെങ്കിൽ ഹാരിസൺ മലയാളം ഇങ്ങനത്തെ കുറേ എസ്റ്റേറ്റുകൾ കാണാം നിങ്ങൾക്ക്. ഈ എസ്റ്റേറ്റുകളൊന്നും ഇന്ത്യൻ എസ്റ്റേറ്റ് അല്ലായിരുന്നു, അതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എസ്റ്റേറ്റുകളായിരുന്നു. അവരെന്താ ചെയ്തത്? അവർ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ഷെയർ ആയിട്ട് പണം വാങ്ങിയിട്ട് ആ പണം ഉപയോഗിച്ച് ബിസിനസ്സുകൾ ഉണ്ടാക്കി അതിനുണ്ടാകുന്ന ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യയിൽ അറൌണ്ട് 200 ഇയേഴ്സ് ഓൾഡ് ആണ്. 18ാം സെഞ്ചുറിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ബോംബെയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200-250 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. ബോംബെയിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിന്റെ പേരാണ് ദലാൽ സ്ട്രീറ്റ്. ദലാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹു ഈസ് ദലാൽ? വി നോ എവറിത്തിങ് ഇൻ ഇംഗ്ലീഷ്. നീ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മലയാളം ചോദിച്ചാൽ നിങ്ങൾ പറയില്ല. ദലാൽ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ. ദലാൽ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഈസ് ഇൻ മിഡിൽ മാൻ, അതിലാണ് ദലാൽ എന്ന് പറയുന്നത്. ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ഉണ്ട് ബോംബെയിൽ. ഒരു ബനിയൻ ട്രീ. എന്താ ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ? അതിങ്ങനെ പറയണട്ടാ. ബനിയൻ ഇടുന്ന ട്രീ ആണോ? അല്ല, ആൽമരം. ഒരു ആൽമരത്തിന്റെ താഴെ ഇരുന്ന് ഒരു 10-15 പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് അവർ 200-250 പേരുടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയും അതുവഴി കമ്പനികളിലെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് ഉണ്ടായത് ബോംബെയിലാണ്. അറൌണ്ട് 200 വർഷം മുമ്പാണ് എന്തുണ്ടാകുന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. 200-250 സെക്യൂരിറ്റി ബ്രോക്കേഴ്സ് അവരെന്ത് ചെയ്യുന്നു? അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായെങ്കിൽ പോലും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോള്യൂം നടക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ പെർഫെക്റ്റ് ആകണമെങ്കിൽ എന്തുണ്ടാകണം? ആൾക്കാരെ പറ്റിക്കാത്ത തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ടാകണം, നല്ല പ്രാക്ടീസസ് ഉണ്ടാകണം, നമുക്ക് വിശ്വസനീയമായിരിക്കണം അവിടുത്തെ ട്രാൻസാക്ഷൻ. എന്നാൽ മാത്രമേ ക്യാപിറ്റൽ മാർക്കറ്റ് നന്നാവുള്ളൂ. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് നന്നാവണമെങ്കിൽ ധാരാളം ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഈ സിനിമ കണ്ടോ എനിക്കറിയില്ല, ഹർഷത് മേത്തർ പടത്തിന്റെ പേരെന്താണ്? ഗുരു. ഹർഷത് മേത്തർ പടം ഉണ്ടല്ലോ. സിനിമ ഉണ്ട്, സീരീസ് ഞാൻ എതിർത്തില്ല. സീരീസ് ഉണ്ട്. സിനിമ ഏതാ? ലക്കി ഭാസ്കർ. തമിഴാണ്. ഹിന്ദി പടം പറ. അതാണ് എൻ്റെ ഫസ്റ്റ് പടം. അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചനാണ് അഭിനയിച്ചത് ഇയാളായിട്ട്. സ്കാം 92 ആണ് നിങ്ങളുടെ സീരീസിന്റെ പേര്. എനിക്കറിയാലേ, ഞാൻ ഭയങ്കരമാണ്. അത് ശരി. അപ്പൊ ഈ സിനിമയുടെ പേരെന്താന്ന് നിജിൻ ഇടണം. എന്നിട്ട് ഇതിന് ലിങ്ക് ഉണ്ടെങ്കിൽ, ആ സിനിമയുടെ ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കും ടെലഗ്രാമിൽ ഷെയർ ചെയ്യണം. ഞാൻ കണ്ട പടമാണ്, എനിക്ക് വേണ്ട. നിങ്ങൾ ആ സിനിമ സമയമുള്ള, അപ്പം നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റേ എന്താണ് ചുണ്ണാമ്പ് തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കള്ളിയങ്കാട്ട് നീലി പരിപാടിയില്ലേ, ഇതെങ്ങനെ ചോദിക്കോ അവരോട് നിർത്താം. ഈ സിനിമ കാണാം. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ ശരിക്കും ഒരു ലേണിംഗ് ലെസൺ ആണ് ആ സിനിമ. ഹർഷത് മേത്തയുടെ സ്കാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനീ പറയണത്. ഹർഷത് മേത്ത ഒരു തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദ ട്രാജഡി ഈസ് ഹർഷത് മേത്ത ധാരാളം ഫ്രോഡ് ആക്ടിവിറ്റികൾ ചെയ്തു. പക്ഷേ അയാൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ ചെയ്ത ഒരു തെറ്റുകൾക്കും അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള നിയമം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. 1992 സെബി നിലവിൽ വരുന്ന സമയമാണ്. ഈ സമയത്ത് അദ്ദേഹം ചെയ്ത തെറ്റുകളെ തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ ലൂപ്പ് ഹോൾസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ സെബിയുടെ അധികാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഹർഷത് മേത്തയുടെ കേസ് ഭയങ്കര വലിയൊരു കേസാണ്. കാരണം അതിനുശേഷം സെബി ഇഷ്യൂ ചെയ്ത റെഗുലേഷൻസ് ഉപയോഗിച്ചാണ് ഹർഷത് മേത്തയെ ട്രാപ്പ് ചെയ്തത്. അതായത് ഹർഷത് മേത്ത ജനറൽ നിയമത്തിൽ നമ്മൾ എന്താ പഠിച്ച അഭിരാമി? വെൻ യു കമ്മിറ്റ് എ മിസ്റ്റേക്ക്, കമ്മിറ്റ് എൻ ഒഫൻസ്, ആ ഒഫൻസ് നടക്കുന്ന സമയത്ത് എന്താണോ ശിക്ഷ, ആ ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നതാണ് ജനറൽ നിയമത്തിൽ പഠിക്കുന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണിത്. ഇതൊരു കറക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഇത് എന്താണോ ഇയാൾ ചെയ്യുന്നത് അത് തെറ്റാണെന്ന് പോലും അന്ന് നിയമത്തിൽ പറഞ്ഞിരുന്നില്ല.
പക്ഷെ പിന്നീട് ഇയാൾ സെക്യൂരിറ്റി മാർക്കറ്റ് മാനിപ്പുലേഷന് വേണ്ടി ഇത് ഉപയോഗിച്ചെന്നും ധാരാളം ആൾക്കാർക്ക് നഷ്ടമുണ്ടായി എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശേഷം ജയിലിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുകയാണോ കൊല്ലപ്പെടുകയാണോ ഒന്നും എനിക്കറിയില്ല. മരിക്കുന്നത് ഞാൻ അദ്ദേഹം പറയുള്ളൂ. കാരണം മോസ്റ്റ് റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ്, നല്ല ബുദ്ധിയുള്ളവനാ, നല്ല ആൾ താമസമാണ് അത് ചെയ്യണമെങ്കിൽ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഹർഷദ് മേത്തയുടെ സ്കാം ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ഐ ഓപ്പണർ ആയിരുന്നു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്. കാരണം ധാരാളം ആൾക്കാർ എങ്ങനെ ഹർഷദ് മേത്ത ട്രേഡ് ചെയ്ത അനുഭവമേ, ഈ 50 പൈസയുടെ ഷെയർ, 10 പൈസയുടെ ഷെയർ, 5 പൈസയുടെ ഷെയർ ഒക്കെ മാർക്കറ്റിലുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ ഈ ഷെയർ കാണാണ്ടാവും, അവൈലബിൾ ആയിരിക്കില്ല. ശരണ്യ എല്ലാ ദിവസവും നോക്കുന്ന ഷെയറാണ് ABCD, 5 പൈസയുടെ ഷെയർ, 7 പൈസയുടെ ഷെയർ, 3 പൈസയുടെ ഷെയർ ഒക്കെ. ഈ ഷെയർ സുപ്രഭാതത്തിൽ കാണില്ല. പിന്നെ സുപ്രഭാതത്തിൽ കാണാം 150 റുപ്യ, 1000 രൂപ, 5000 രൂപ, 35,000 രൂപ ഷെയറിന്റെ വിലയായിട്ട് മാറും. ഉടനെ ശരണ്യക്ക് എന്താ തോന്നുക? എന്റെ ഈശ്വര, എന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി. 7 പൈസയുടെ ഷെയർ ഇപ്പൊ എത്രയാ? 35,000 റുപ്യ. ഇത് കയറിക്കൊണ്ടിരിക്കുക, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ശരണ്യ ഉടനെ വീട് വെക്കും, അല്ലെങ്കിൽ പണയം വെക്കും, കയ്യിലെ സ്വർണ്ണമൊക്കെ വെക്കും, കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടിട്ട് എവിടെ കൊണ്ടിടും? കാരണം 35,000 എന്തായാലും 70,000 ആവും. കാരണം 7 പൈസയാണ് 35,000 നിൽക്കണേ. ഇതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബൂം എന്ന്, ബബിൾ എന്ന് പറയുന്നത്. ബബിൾ, ലേഡി വോൾഫ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിക്കും വീണ്ടും. അവര് ആ ബബിളിലാണ് പെടും. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഇതെന്താ ചെയ്യുന്നത്? ഹർഷദ് മേത്ത മാർക്കറ്റിലുള്ള എല്ലാ ഷെയറും അയാളുടെ കമ്പനികൾ വാങ്ങുകയാണ്. അതായത് 1000 ഷെയർ മാർക്കറ്റിൽ വന്നാൽ 1000 അയാൾ വാങ്ങും, 5000 വന്നാൽ 5000 വാങ്ങും, 10000 വന്നാൽ 10000 വാങ്ങും. മാർക്കറ്റിൽ എക്കണോമിക്സിന്റെ തിയറി എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. When the demand increases, supply decreases, price increases. അറിയില്ലല്ലോ. ഡിമാൻഡ് കൂടുകയും സാധനം ഇല്ലാതിരിക്കുകയും ചെയ്താൽ സാധനത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇക്കണോമിക്സ് ആണ് ഉപയോഗിക്കുന്നത്. സാധനം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അവൈലബിൾ അല്ലാത്തൊരു സാധനം നമുക്ക് വേണ്ടു. അവൈലബിൾ അല്ലാത്ത സാധനമായതിന് വിലയും കൂടുക എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പോയി ട്രാപ്പ് ആവും. ഇയാൾ എന്ത് ചെയ്യും? ഹയസ്റ്റ് റേറ്റിൽ അയാളുടെ സെക്യൂരിറ്റികൾ വിൽക്കും, അയാൾ എക്സിറ്റ് ചെയ്ത് പോരും. അയാൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 35,000 ഇടയ്ക്കത്ത് വീണ്ടും 12 പൈസ 15 പൈസയിലേക്ക് എത്തിയിട്ട് ആൾക്കാരെ പണം നഷ്ടപ്പെടുന്നത്. ഫ്രോഡല്ലേ? ഇതിനെ ഫ്രോഡായിട്ട് കണക്കാക്കി സെബി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ്. ഇതാണ് സ്കാം 92. ഇത് തന്നെയാണ് കേതൻ പരേക്ക് ചെയ്തത്. ഇത് തന്നെയാണ് ലേഡി വോൾഫ് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബോംബെയിൽ ഒരു അഡ്വൈസർ ചെയ്തത്. ബോംബെയിൽ ആരാണ് ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസ് കൊടുത്ത് അറസ്റ്റിലായത്? അയാൾക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. അത് ആരാണ്? അതിന്റെ സ്റ്റോറി എന്താണെന്ന് ഹൃദ്യ എന്ന് ടെലിഗ്രാമിൽ ഇടണം. ഇത് ശ്രദ്ധിച്ചില്ല? ഇത് സംയുക്ത വരണം വിചാരിച്ചില്ലേ? അതായത് ബോംബെയിൽ ഒരു സെക്യൂരിറ്റി ഷെയർ മാർക്കറ്റ് അഡ്വൈസറാണ്. അദ്ദേഹം ട്രേഡിംഗ് ക്ലാസ്സുകൾ കൊടുക്കുക എന്ന പേരിൽ ക്ലാസ്സുകൾ കൊടുക്കുകയും അത് ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊരു കേസ് സെബി എടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ. കഴിഞ്ഞ മാസം എടുത്ത കേസാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ ജാമ്യത്തിലാണ്. ആരാണ്, എന്താണ് അദ്ദേഹം ചെയ്തത്, സെബി എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെയും വരും കേട്ടോ. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഞാൻ എന്താണ് ഹർഷദ് മേത്തയുടെ സ്കാമിനെ കുറിച്ച് പറഞ്ഞു. ആ സ്കാമിന്റെ സിനിമ നിങ്ങൾക്ക് പറ്റിയാൽ കാണണം, മറക്കരുത് കേട്ടോ. വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്, മറ്റേ ലിയനാർഡോ ഡികാപ്രിയോയുടെ പടമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പടങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കാണേണ്ട പടങ്ങളാണ്. ആസ് എ കമ്പനി സെക്രട്ടറി ഷുഡ് റീഡ്. ഇതൊന്നും അണ്ടർലൈനിങ് ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഇഫ് സെബി ഡസൻ ഹാവ് പവർ ഇനീഷ്യലി, സെബി ക്യാൻ ടു പ്രൊട്ടക്ട് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ടേക്ക് ആക്ഷൻ. നമ്മൾ ജനറൽ നിയമത്തിലുള്ള എന്താണോ തെറ്റ് ചെയ്യുന്നത് ആ സമയത്തെ നിയമമാണ് അപ്ലൈ ചെയ്യുക എന്ന പോളിസിയുടെ ഒരു എക്സെപ്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലാണ്ടോ? എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിന്റെ എക്സെപ്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന്റെ എക്സെപ്ഷൻ ടു പ്രൊട്ടക്ട് എ പെർട്ടിക്കുലർ സെഗ്മെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ റെഗുലേറ്ററി അതോറിറ്റിക്ക് അതിനെ ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നതിന്റെ തെളിവാണ്. സെബിക്ക് എല്ലായിടത്തും ഈ ലിസ്റ്റഡ് കമ്പനികളുടെ മുകളിൽ മാത്രമേ സെബിക്ക് അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വരും ഈ പറഞ്ഞുകൊണ്ട്, ചില സമയത്ത് ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത ആ കമ്പനികളുടെ മുകളിലും ആര് ആക്ഷൻ എടുക്കാറുണ്ട്? സെബി എടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഒബ്ജക്റ്റീവ്? ഒന്ന്, അധികം പണമുള്ള ആൾക്കാരിൽ നിന്നും പണം ചാനലൈസ് ചെയ്ത് ആരിലേക്ക് എത്തിക്കുക? ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അത് കമ്പനികളാകാം, മറ്റാരെങ്കിലും ആകാം. ആർക്കാണ് ഇപ്പോൾ ഉദാഹരണം, തനിക്കൊരു മൊബൈൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ല,
താൻ ബജാജ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലോൺ എടുക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കാൻ പൈസ എവിടുന്നാ കിട്ടണേ? ഈ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ബാങ്കിലിട്ടെ. അപ്പോ പൈസ കൂടുതലുള്ള ബാങ്കിലിട്ട പൈസ ആവശ്യക്കാരിയായിട്ടുള്ള അനുശ്രീയിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കുന്നതാണ് ചാനലൈസേഷൻ, മൊബിലൈസിങ് ഫ്രം മീ, then channelizing that to the person who require money. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്. 2, സെക്യൂരിറ്റികളുടെ പ്രൈസ് തീരുമാനിക്കുന്നു. നോക്കൂ, ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഷെയറിന്റെ പ്രൈസ് ആരാ തീരുമാനിക്കുന്നത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആർക്ക്? മുകേഷ് അംബാനി പറയാൻ പറ്റുമോ ഇന്ന് മുതൽ റിലയൻസിന്റെ വില 614 റുപ്യാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ മാർക്കറ്റ്. സോ പ്രൈസ് ഡിസ്കവറി, ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച്, കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച്, ഫ്യൂച്ചർ അനുസരിച്ച് അതിന്റെ പ്രൈസിനെ ഡിസ്കവർ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു. 3, ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാല്? എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും പറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റിലയൻസിന്റെ ഷെയർ വാങ്ങി, ഈ ഷെയർ തിരിച്ചു വാങ്ങാൻ വല്ല പ്രൊവിഷനും ഉണ്ടോ കമ്പനിക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഞാൻ റിലയൻസിന്റെ ഷെയറിന്റെ കയ്യിൽ നാളെ രാവിലെ മുകേഷ് അംബാനി ഫ്ലൈറ്റിലെ ഏട്ടോ ഈ ഷെയർ എടുത്തോട്ടാ പൈസ നീക്കി എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ആകെ ഉള്ളൊരു പ്രൊവിഷൻ എവിടെയാ? ഏതാ? 68, 69, 70 എന്താണ്? ബൈബാക്ക്. അതിനൊരു പ്രോസസ് ഉണ്ട്. അതങ്ങനെ അഭിരാമിന്നോ ബ്രിജിത്തെന്നോ മാത്രമൊന്നും ഷെയർ തിരിച്ചു വാങ്ങാൻ പറ്റില്ല, എല്ലാവരും തിരിച്ചു വാങ്ങണം. അപ്പോൾ ഷെയർ ഹോൾഡർ ഒരിക്കലും ആയി കഴിഞ്ഞാൽ ട്രാപ്പില്ല, അയാൾക്ക് തിരിച്ച് കമ്പനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? ഇത് വിൽക്കുന്ന ചന്തകൾ കണ്ടെത്തണം, അല്ലേ? ഈ ചന്തകൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സെബിക്കാണ്. അപ്പൊ സെബി എന്ത് ചെയ്യുന്നു? ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇതിനെ വിൽക്കുന്ന മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മാർക്കറ്റുകൾ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ലിക്വിഡിറ്റി. നല്ല കമ്പനി ആണെങ്കിൽ എല്ലാ സമയത്തും ആ ഷെയർ വാങ്ങാൻ ഉണ്ടാവില്ലേ? അപ്പൊ വിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ? കൊടുക്കാം. അയാൾക്ക് ലിക്വിഡിറ്റി. എന്ത് ലിക്വിഡിറ്റി പറഞ്ഞാൽ? എപ്പോൾ വേണമെങ്കിലും ആ ഷെയറുകൾ കൈമാറ്റം ചെയ്യാൻ അയാൾക്ക്, അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ കൈമാറ്റം ചെയ്യാൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സാധിക്കുന്നു. ദെൻ ഫിസിക്കൽ ഡെലിവറി ഇല്ലാതെ സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇന്നിപ്പോൾ റിലയൻസിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിട്ട് കഷത്ത് വെച്ച് അല്ലെങ്കിൽ ബാഗിലിട്ട് കൊണ്ടിട്ടാണ് നമ്മൾ കൊടുക്കണേ? അല്ല, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ പോസിബിൾ. സെക്യൂരിറ്റികൾ പണ്ടൊക്കെ ഫിസിക്കൽ ആയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാണ്? ഇലക്ട്രോണിക് ആയിട്ട് സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. മണി മാർക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ മണി മാർക്കറ്റ് എന്താണെന്ന്? ഞാൻ പറയേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മണി മാർക്കറ്റ് എന്താണ്? ഷോർട്ട് ടേം ഫണ്ട് കമ്പനികൾ, കോർപ്പറേറ്റുകൾ ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മാക്സിമം മെച്ചൂരിറ്റി ആൽമോസ്റ്റ് എത്രയായിരിക്കും? 1 ഇയർ ആയിരിക്കും. അതിലുണ്ടാകുന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ റെഗുലേറ്റേഴ്സ്? RBI. ദെൻ സെക്യൂരിറ്റികൾ ഉള്ളത് കൊണ്ട് സെബി ഉണ്ട്. ദെൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഇവരെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ദെൻ ഇതിലെ ട്രാൻസാക്ഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? വലിയ എമൗണ്ട് ഉള്ള ഹൈ വോള്യൂം ട്രാൻസാക്ഷൻസ് ആയിരിക്കും. 100 ഉൾപ്പെടെ 500 ഉൾപ്പെടെ 1000 ഉൾപ്പെടെ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ 100 കോടി 500 കോടി 1000 കോടി ഹ്യൂജ് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഇത് സാധാരണ വലിയ പ്ലേയേഴ്സിന് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്. അതായത് സാധാരണക്കാരന് മണി മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കോ അനുഭവമിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളതൊന്നും 1000 കോടി 2000 കോടി ഇൻവെസ്റ്റ് ചെയ്യാനില്ല, അല്ലെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാർജ് പ്ലേയേഴ്സ് ഉള്ള ഹ്യൂജ് വോള്യൂം ട്രാൻസാക്ഷൻ നടക്കുന്ന, ഷോർട്ട് മെച്യൂരിറ്റി ട്രാൻസാക്ഷൻ നടക്കുന്ന മാർക്കറ്റുകളെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെബി, RBI ആണ് ഇതിന്റെ റെഗുലേറ്റേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നതിൽ, ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നതിന്, രാജ്യത്തിന്റെ ഷോർട്ട് ടേം സാമ്പത്തിക നില ഇംപ്രൂവ് ചെയ്യുന്നതിന് മണി മാർക്കറ്റ് പ്ലേ ചെയ്യുന്ന റോൾ ഭയങ്കര വലുതാണ്. കാരണം പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഒരു കമ്പനിക്ക് 1000 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വരുമ്പോൾ അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഒരു കമ്പനിയുടെ ദീർഘകാല വളർച്ചയ്ക്ക് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ സഹായിക്കുമെങ്കിൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന റിക്വയർമെന്റിലുള്ള പണം കൊടുക്കാൻ ആര് സഹായിക്കുന്നു? മണി മാർക്കറ്റ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയെ സെറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? മണി മാർക്കറ്റ് സഹായിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെയാ? ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്റെ അർത്ഥം എന്താണ്? ഇതൊരു ലോങ് ടേം റിക്വയർമെന്റ്, അതായത് ദീർഘകാലം ഒരു കമ്പനിക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ലോങ് ടേം ലോൺ മാർക്കറ്റ് ഒക്കെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കമ്പോണന്റ് ആണ്. ഷെയർ മാർക്കറ്റ് ഉണ്ടാകാം, ഡിബഞ്ചർ മാർക്കറ്റ് ഉണ്ടാകാം. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു.
അപ്പോൾ ദെൻ ഒരു മാർക്കറ്റ് മീഡിയം ആൻഡ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ആരെ സഹായിക്കുന്നത്? മീഡിയം ടേം ആൻഡ് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റ്സ് ഉള്ള ആൾക്കാരെയാണ് ഇത് സഹായിക്കുന്നത്. അവിടെ ബോറോവേഴ്സും ലെൻഡേഴ്സും ഒരുമിച്ച് കാണുന്നു. അവർ സെക്യൂരിറ്റി ആയിട്ട് ഷെയർ ആയിട്ട് പണം കൊടുക്കാം, ഡിബെഞ്ചർ ആയിട്ട് പണം കൊടുക്കാം, ലോൺ ആയിട്ട് കൊടുക്കാം, ബോണ്ട് ആയിട്ട് കൊടുക്കാം. അതിന്റെ ടേം എന്താണ്? മീഡിയം ടു ലോങ് ടേം ആയിരിക്കും. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് ശരിക്കും ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഉണ്ട്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ മർച്ചന്റ് ബാങ്കറെ കോൺടാക്ട് ചെയ്യുന്നു, അണ്ടർ റൈറ്ററെ കോൺടാക്ട് ചെയ്യുന്നു, ബാങ്കറെ അപ്പോയിന്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്ററി അപ്പോയിന്റ് ചെയ്യുന്നു, RNT അപ്പോയിന്റ്. ദർ ആർ സോ മെനി സോ മെനി പീപ്പിൾ ഇൻവോൾവ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. സാധാരണ ഇത്രമാത്രം ആൾക്കാർ എവിടെ ഉണ്ടാവില്ല? മണി മാർക്കറ്റ്. കാരണം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് വലിയ വലിയ ഡീലിങ്സ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു എലാബറേറ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അവിടെ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബാരോമീറ്റർ ഓഫ് ദ ഇക്കണോമി. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ബാരോമീറ്റർ ആണ്, അളവുകോലായിട്ട് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറയാൻ പറ്റും. കാരണം എത്രമാത്രം ആൾക്കാർ പണം സേവ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം ചാനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപയോഗിച്ച കമ്പനികൾ എത്രമാത്രം ഇക്കണോമി എത്രമാത്രം വളരുന്നുണ്ട്, അത് വളർച്ചയെ സഹായിക്കുന്നുണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നല്ലവണ്ണം ഒരു കോർപ്പറേറ്റ് ഗ്രോത്ത് ഉണ്ട്, ടാക്സേഷൻ ന്യൂട്രൽ ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ ആണ്, ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യും. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ GDP വർദ്ധിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ ബാരോമീറ്റർ ഓഫ് ഇക്കണോമി എന്ന് പറയാവുന്നതാണ്. ഇത് വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുക കേട്ടോ. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബാരോമീറ്റർ ഓഫ് ഇക്കണോമി. എക്സ്പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ സേവ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും പണം മൊബിലൈസ് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന, ലോങ് ടേം ആൻഡ് മീഡിയം ടേം ആവശ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതുവഴി എന്തുണ്ടാകുന്നു? കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ പണം ഗവൺമെന്റിനൊക്കെ കിട്ടാൻ പൈസ കേട്ടോ. ഗവൺമെന്റിനൊക്കെ പണം, ലോങ് ടേം പണം സോഴ്സ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി രാജ്യത്തിന്റെ ദീർഘകാല വളർച്ച ഉറപ്പാക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് വളരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർക്ക്, എന്റർപ്രണേഴ്സിന് പണം കിട്ടുന്നുണ്ടെന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബാരോമീറ്റർ ഓഫ് ഇക്കണോമി എന്ന് പറയുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ കമ്പനികൾ ഉണ്ടാകുന്നു, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? കൂടുതൽ കമ്പനികൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് പണം കിട്ടുന്നു. കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? അവർ പണം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലേ? സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിലെ മൂവ്മെന്റ് വർദ്ധിക്കുന്ന അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നു. ദെൻ ഒരു ഡീപ്പായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഉദാഹരണം, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ട്. ഞാൻ പൊളിറ്റിക്കലി മോട്ടിവേറ്റ് എന്ന ഉത്തരം പറയരുത് കേട്ടോ, നമ്മൾ പൊളിറ്റിക്കൽ ആൻസേഴ്സ് അല്ല. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ONGCയെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഗവൺമെന്റിന്റെ സ്വന്തം കമ്പനിയാണ് ONGC. അതായത് ഗവൺമെന്റ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് തുടങ്ങി ഗവൺമെന്റ് നടത്തുന്ന, ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന ഒരു കമ്പനിയാണ് ONGC. ONGC പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? എന്റെ ചോദ്യമാണ്. ഐ വാണ്ട് ആൻ ആൻസർ ആസ് എ കമ്പനി സെക്രട്ടറി. ഇമോഷണൽ ആൻസേഴ്സ് ഒന്നും വേണ്ട. എന്ത് സാറേ അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ ശരിയാക്കുക? നമ്മുടെ പൈസ വിട്ടിട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് കൊടുത്താൽ ഇത് മോശമല്ലേ? മോശമാണോ? ശരി, എന്താണ് അഭിപ്രായം? കേൾക്കട്ടെ. എനിക്ക് അഭിപ്രായം കേൾക്കാനാ ചോദിക്കണേ. ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നിന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ നടക്കേണ്ട വേണ്ട, നടത്തും കൂടി ലാഭം കിട്ടും എനിക്ക്. അത് ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ അഭിപ്രായം പറയും. ഇപ്പൊ ചാൻസ് ആണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? LIC പ്രൈവറ്റൈസ് ചെയ്യുന്നത് ശരിയാണോ? ONGC പ്രൈവറ്റൈസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം. തെറ്റഭിപ്രായം ഉണ്ടാവാൻ ശരിയായപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ അംഗീകരിക്കണമെന്നില്ല, ഞാൻ എതിർക്കും ചെയ്യും. അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദ മോസ്റ്റ് ട്രാജിക് സിറ്റുവേഷൻ ഇൻ ദ വേൾഡ് നൗ ഈസ് nobody asks questions, nobody have an opinion. Every question will be answered by Google or ChatGPT. Every opinion will be given by ChatGPT or Google. ഇന്നലെ ഗൂഗിൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിന്റെ സെർച്ച് ഡാറ്റ വേറൊരാൾക്കും ഷെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് ഗൂഗിളിന്റെ സെർച്ച് ഡാറ്റ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഇപ്പം ChatGPTയിൽ പോയിട്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് ബ്ലൂ എന്ന് ചോദിച്ചാൽ, എന്താണ് ബ്ലൂവിന്റെ കളർ എന്ന് ചോദിച്ചാൽ ഇപ്പം എവിടുന്ന കണ്ടുപിടിക്കണേ? AI.
എവിടെയൊക്കെയോ പോയി സെർച്ച് ചെയ്തിട്ട് അതിനെ ഒന്ന് വേറൊരു മസാലയ്ക്ക് തരുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ വേറെക്കോ എവിടേക്കോ പോകണം, എവിടേക്കോ പോകും, ഒന്ന് ഗൂഗിളിൽ പോവും, മറ്റുള്ള വെബ്സൈറ്റിൽ പോവും, തിരയും, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ സാധനം, ഉണ്ടെങ്കിൽ എടുത്തു തരും. അല്ലാണ്ട് ഇപ്പൊ അവര് പറഞ്ഞ ഉത്തരം ശരിയാവണമെന്നില്ല. ChatGPT പറഞ്ഞ എല്ലാം ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത്. പൊട്ട തെറ്റ് പറയും ChatGPT. ChatGPTക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ChatGPT എവിടെയൊക്കെ ഡാറ്റകൾ അവൈലബിൾ ആണോ ആ ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് കൊടുത്തിട്ട് ഒറ്റ ജോലി ഗൂഗിൾ ചെയ്യുന്നതിനെ ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ആര് ചെയ്യും? ChatGPT ചെയ്യും. ഇപ്പൊ ChatGPT പോലത്തെ പ്ലാറ്റ്ഫോംസ് ഗൂഗിളിനെ ആക്സസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത് ആക്സസ് ചെയ്യണം എന്നാണ് പറയുന്നത്, പ്രൊവിഷൻ കൊടുക്കണമെന്ന്. ദീപക് മേത്ത എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള ജഡ്ജി തീരുമാനിച്ചതാണ് എന്ത്, യു ഷുഡ് അലൗ അതേഴ്സ് ടു ആക്സസ് യുവർ ഡാറ്റ എന്നതാണ്. കണ്ടോ? അപ്പൊ ഈ ഡാറ്റകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ പ്രൈവസി, ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കമ്പനി അവിടെ വളർച്ചയ്ക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഡാറ്റകൾ ഉണ്ടാവണം, ക്യാപിറ്റൽ മാർക്കറ്റ് വളരണം, ക്യാപിറ്റൽ മാർക്കറ്റിന് ആവശ്യമായ വളർച്ച ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഞാൻ ഗൂഗിളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നാളെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസുകളായിരിക്കും. ഈ IPR ഈ കേസ് വരും, ഈ കേസ് വരാം, നിങ്ങൾ സംസാരിക്കുന്നതോ പരീക്ഷ എഴുതാൻ പോകുന്നതോ ആയിരിക്കാം. അപ്പോൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്റ്റേണൽ ഫിനാൻസിന്റെ ഒരു ഓപ്ഷനാണ്. എന്താ എക്സ്റ്റേണൽ ഫിനാൻസ് പറഞ്ഞാൽ? പുറത്തുനിന്ന് ആൾക്കാരിൽ നിന്നും പണം റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാപിറ്റൽ മാർക്കറ്റിനെ ഉപയോഗിക്കാം. ഇത് നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവും പറയേ കൃഷ്ണമണി പറ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും? ആ ഡയഗ്രാം മനസ്സിൽ വരുന്നുണ്ടോ? അപ്പോൾ അതിന്റെ റൈറ്റ് ഹാൻഡിൽ എന്താണെന്ന്, റൈറ്റ് ഹാൻഡ് സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, അതല്ലേ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്. ഇത് മാത്രമല്ലേ ഉള്ളൂ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് എന്നാണ് ലിബറലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഗ്ലോബ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. എന്താ സാറേ പറയണ, ഭാഷ മാറിപ്പോയോ? ഗ്ലോബ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക, ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ, റഷ്യൻ വാക്കാണ്. 1991 ഇക്കണോമിക് റിഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്കണോമിക് റിഫോംസ് വരുന്നത് വരെ നമ്മുടെ ഇക്കണോമി ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ഇക്കണോമിയെ പബ്ലിക്കിന് തുറന്നപ്പോൾ, അതായത് ഈ ലോകത്തെ ഏത് രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഏത് കമ്പനികൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്തും ഇൻവെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ എന്തുണ്ടായി? നമ്മൾ ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആയില്ലേ? അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരണ്ടേ? കാരണം നമ്മുടെ റിലയൻസിന് പൈസ കൊടുത്തതിന് മുഴുവൻ ഇന്ത്യക്കാരായിരുന്നു പണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരാണോ പൈസ കൊടുക്കണേ? അല്ല, ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഒരു സൗദി ഇൻവെസ്റ്റർ ഉണ്ടല്ലോ റിലയൻസിൽ, ആരാണത്? ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ്, സൗദി അറേബ്യയാണ് ബേസ്. ഈ കമ്പനി റിലയൻസിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ ഇന്ത്യയിലെ റിലയൻസിന്റെ ഡയറക്ടറാണ്, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടറാണ്. ആരാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആർക്ക് കിട്ടുന്നത്? ആർക്കും പറയാം. ആർക്കും പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ആറാംകോ, സൗദി ആറാംകോ എന്ന് പറയുന്ന കമ്പനിയാണ്. ARAMCO, ആറാംകോ എന്ന് പറയുന്ന കമ്പനി ഒരു ഫോറിൻ കമ്പനിയാണ്. ഫേസ്ബുക്ക് ഇൻവെസ്റ്റഡ് ഇൻ റിലയൻസ്. ഫേസ്ബുക്ക് റിലയൻസ് ആയിട്ട് ഒരു ബിസിനസ് മാച്ചും ഇല്ല. റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഫേസ്ബുക്ക് അതുകൊണ്ട് വേറൊരു വെർട്ടിക്കൽ ക്രിയേറ്റ് ചെയ്യും, ഇൻഫർമേഷൻ ടെക്നോളജി വെർട്ടിക്കൽ ക്രിയേറ്റ്, അങ്ങോട്ട് പോകും. സോ ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ലിബറലൈസേഷൻ വന്നതോടുകൂടി ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യയിലേക്ക് ഫണ്ട് ഒഴുകാൻ തുടങ്ങി. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ ധാരാളം നിയമങ്ങളുടെ ആവശ്യങ്ങൾ വരികയും ഈ നിയമങ്ങളുടെ ആവശ്യം വന്ന 91-92 സമയത്ത് ഈ ഹർഷത് മേത്തയുടെ സ്കാമും കേതൻ പരീഖ് സ്കാമും ഒക്കെ വന്നതോടുകൂടി പുതിയ ഒരു വേൾഡ് തന്നെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സെക്യൂരിറ്റി മാർക്കറ്റിന്റെ, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ബഞ്ച് ഓഫ് നിയമങ്ങളും ധാരാളം റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും അവിടെ വന്നു, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരികയുണ്ടായി. ഇത് നന്നായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായിട്ട് വളരുകയും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വോള്യം ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റുകളൊന്ന് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് മാറുകയും ചെയ്തു. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്തുകൊണ്ട് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റും. എന്തിനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്? ഒന്ന്, എന്താണ്? ആൾക്കാർ സേവ് ചെയ്ത് പണം കടക്കടയിൽ വെക്കുന്നതിന് പകരം ആ പണം കമ്പനികളിലേക്ക് എത്തിയിട്ട് പ്രൊഡക്റ്റീവായ പർപ്പസിന് ഉപയോഗിക്കാൻ ചാനലൈസേഷൻ ആൻഡ് മൊബിലൈസേഷൻ ഓഫ് ദ ഫണ്ട്സിന് ക്യാപിറ്റൽ മാർക്കറ്റ് ആവശ്യമാണ്. വരുമാനം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമാനം കൂടുതൽ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം?
പൈസ വേണം. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ചാനലൈസേഷൻ ആൻഡ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ടു എന്റർപ്രൈസസ് ആൻഡ് ആൾസോ സംടൈംസ് ടു ഗവൺമെന്റിനും പണം ആര് കൊടുക്കുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ് കൊടുക്കുന്നു. ഞാൻ ട്രഷറി ബില്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഗവൺമെന്റ് ഇറക്കുന്ന ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഗവൺമെന്റിന് പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം, ഗവൺമെന്റ് എവിടുന്ന ഫണ്ട് കിട്ടുന്നേ? ഈ നിർമ്മല സീതാരാമൻ ആരാ? അവര് ശരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആരാ? കോർപ്പറേറ്റ് ഹിയറാർക്കിയിൽ അവരാരായിട്ട് മാച്ച് ചെയ്യാം നമുക്ക്? കോർപ്പറേറ്റ് മാനേജ്മെന്റ് എടുക്കാം. അതിലേത് പൊസിഷനിലേക്കാണ് നിർമ്മല സീതാരാമനെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക? CFO. അവരാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. MD കാരാ പ്രധാനമന്ത്രി, ഇവരൊക്കെയാണ് ചെയർമാൻ. നമ്മൾ എന്തിനേയും നമ്മുടെ കണ്ണും കൂടെ കാണുക എന്നുള്ളതാണ്. എൻ്റെ കമ്പനിയാണ്, ഇന്ത്യ ഒരു കമ്പനിയാണ്. ഒരു കമ്പനിക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവില്ലേ? നമ്മുടെ രാജ്യത്തിന് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടോ? വാർഷികമായിട്ട് 2 പ്രാവശ്യം കൂടുന്നില്ലേ നമ്മൾ? ഉണ്ടല്ലേ. കമ്പനിയിൽ ബഡ്ജറ്റ് അവതരണം ഉണ്ടാവോ? നമ്മുടെ രാജ്യത്തും ഇല്ലേ ബഡ്ജറ്റ് അവതരണം? ഇല്ലേ. എന്താ ബഡ്ജറ്റ്? വരവ് ചെലവ് കണക്കുകള്. എത്ര വരവുണ്ട്, എത്ര ചെലവായിട്ടുണ്ട്, ഇനി എത്ര പൈസ ഉണ്ട്, അടുത്ത പോലെ എത്ര ചെലവുണ്ട്, അതിലുള്ള പൈസ എവിടുന്ന് കിട്ടും? അതല്ലേ പറഞ്ഞേ, അതല്ലേ ബഡ്ജറ്റ്. ബഡ്ജറ്റ് വലിയ സംഭവം ഒന്നുമല്ല. നീ ഒരു കമ്പനിയിലത്തെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻജി അവരെന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റ് അതിൽ എന്തൊക്കെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം എത്ര വന്നു, കഴിഞ്ഞ വർഷം എത്ര പോയി, ഈ വർഷം എത്ര ചെലവ് വരാൻ സാധ്യതയുണ്ട്, ഇതിന് എത്രയൊക്കെ പണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരോടും സംസാരിക്കണേ. ഇൻകം ടാക്സ് കൂട്ടാൻ, വരുമാനം ഉണ്ടാക്കുള്ളവർ ഇൻകം ടാക്സ് കൂട്ടണോ, സിഗരറ്റിന് ടാക്സ് കൂട്ടണോ, ആൾക്കാർ നടക്കുമ്പോൾ ഒരു നടത്തത്തിനോ ഒരു 10 പൈസ വെച്ച് ടാക്സ് വരുത്തണോ? അല്ല, എങ്ങനെ വരുമാനം കൂട്ടാം? ഇതന്നെയല്ലേ കമ്പനികൾ ചെയ്യണേ, അല്ലേ? അപ്പൊ ഈ ബഡ്ജറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു രാജ്യത്തിന്റെ ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്, നമ്മുടെ ഇക്കണോമിയിൽ എത്രമാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ആർക്ക് കൊടുക്കുന്നു? ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യുന്നതും ക്യാപിറ്റൽ മാർക്കറ്റ് കൂടെയാണ്, എന്റർപ്രൈസസ് റേസ് ചെയ്യുന്നതും ക്യാപിറ്റൽ മാർക്കറ്റ് കൂടെയാണ്. ഇതുവഴി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരുന്നു. മൂന്നാമത്തെ പോയിന്റ്, പ്രൊഡക്റ്റീവ് അസറ്റുകളിലേക്ക് പണം എത്തിക്കാൻ സഹായിക്കുന്നു. നമുക്ക് ഒരു അവസരവും ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ പൈസ മുഴുവൻ നമ്മൾ ചാക്കിൽ കെട്ടി വെച്ച് ചതിൽ പിടിച്ചു പോകും. പണം ചാക്കിൽ കെട്ടി വെച്ച് ചതിൽ പിടിച്ചു പോയിട്ട് കാര്യമില്ല. ആരുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അതിനാണ് ഇൻസെന്റീവ് കൊടുക്കുന്നത്. ഗവൺമെന്റ് ധാരാളം ഇൻസെന്റീവ്സ് കൊടുക്കും. സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സംഷൻസ് ഉണ്ട്, സ്റ്റാർട്ടപ്പിന് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ആദ്യത്തെ 5 കൊല്ലം ഡെപ്പോസിറ്റ് അതിന് ബാധിക്കില്ല. ആദ്യത്തെ 10 വർഷത്തിലെ 3 കൊല്ലം അവർക്ക് എന്തില്ല? ഇൻകം ടാക്സ് ഇല്ല. ഇൻസെന്റീവ് അല്ലേ? ഇപ്പോ അനുപമയുടെ കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ട്. അതൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഒരു റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇതിന് 2 ഓപ്ഷൻ നല്ല അടിപൊളി ഓപ്ഷനാണ്. സ്റ്റാർട്ടപ്പ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ടാക്സ് കൊടുക്കണ്ട. സെക്ഷൻ 73 to 76A മീര ഡെപ്പോസിറ്റ് സെക്ഷൻ പറഞ്ഞ പറഞ്ഞപ്പോഴാ ഓർത്ത ഞാൻ, അവളത് കേട്ടില്ല. പറ കൊടുക്കാനുള്ള മണ്ടക്കണ്ടി അവളെ ജമ്മത്ത് പഠിക്കില്ല. 73 മുതൽ 76A അതാണ് എന്ത് ഡെപ്പോസിറ്റ് സെക്ഷന്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ആർക്ക് അപ്ലിക്കബിൾ അല്ല? ഇവർക്ക് അപ്ലിക്കബിൾ അല്ല. പിന്നെ സിറ്റിക്വിറ്റിയുടെ പ്രൊവിഷൻ ആർക്ക് സ്റ്റാർട്ടപ്പിന് അപ്ലിക്കബിൾ അല്ല. സിറ്റിക്വിറ്റി 25% വരെ മറ്റുള്ള കമ്പനികൾക്ക് പറ്റില്ലെങ്കിൽ ഇവർക്ക് എത്രയാകാം? 50% വരെ ആകാം. ആ പുസ്തകത്തിന്റെ കാര്യം തീരുമാനമാവും ഇപ്പൊ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുറേയധികം ഇൻസെന്റീവ്സ് കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നു? ഗവൺമെന്റിന് സാധിക്കുന്നു. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ പണം മുഴുവൻ, അധികമുള്ള ആൾക്കാർ ഈ പണം മുഴുവൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടെ പ്രൊഡക്റ്റീവായ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ വലിയ സംഭവമാണ്. ഇപ്പൊ ജൻധൻ യോജനയില്ലേ, ജൻധൻ യോജന, എല്ലാവർക്കും ഒരു ഫ്രീ 0 ബാലൻസ് അക്കൗണ്ട് കൊടുക്കുന്ന പരിപാടി. എന്ത് രസമുള്ള പരിപാടി അല്ലേ? അല്ല, അതൊരു ട്രിക്കാണ്. നിങ്ങൾക്കറിയോ ഈ ഗൂഗിൾ പേ വന്നു? ഞാൻ ജൻധൻ യോജന കേട്ടോ. ഗൂഗിൾ പേ വന്നോടെ എന്തുണ്ടായി? വാട്ട് ഹാപ്പൻ? ഗൂഗിൾ പേ അല്ല, നമ്മുടെ UPI. ഗൂഗിൾ പേ വിട്ടേക്ക്. ഗൂഗിൾ പേ ഒരു UPI പ്ലാറ്റ്ഫോമാണ്. UPI വന്നോടെ എന്തുണ്ടായി? നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാക്ക്ഡ് ആണ്. ഈ നിജിൻ പോയിട്ട് ഒരു ചായ കുടിച്ചു, 12 റുപ്യ ഉടനെ ഗൂഗിൾ പേ ചെയ്തു. എന്താണ്ടായേ? നിജിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 12 രൂപ ചായക്കടക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി. അക്കൗണ്ടഡ് ആണോ?
നാളെ കഥ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ്. നിങ്ങളെ നിർബന്ധിച്ചാൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുമോ? ഇല്ല. ചെക്കനെ കൊടുക്കണം പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. നിങ്ങൾ അതിനൊക്കെ കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കും. ഗൂഗിൾ പേ ആയതുകൊണ്ട് നിങ്ങൾ അറിയാതെ അഡിക്റ്റ് ആയി പോയിപ്പോ. ഇന്ന് ഗൂഗിൾ പേ ഇല്ല, പൈസ ഉള്ളവനും കൂടെ എന്താ ചെയ്യാ? ഗൂഗിൾ പേ ചെയ്യട്ടെ. പണ്ട് അങ്ങനെ ചെയ്തായിരുന്നു ആരെങ്കിലും? ഇല്ല. രാജ്യത്തിലെ ഇക്കണോമിക് സിസ്റ്റത്തിലായ മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ജൻധൻ യോജന, സീറോ ബാലൻസ് അക്കൗണ്ട് നിർബന്ധമായിട്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ എങ്ങനെ വരുള്ളൂ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. എന്തുണ്ടായി? നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പുകാരും കൂടി അടക്കുമ്പോൾ എന്ത് ചെയ്തു? അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ എന്തുണ്ടായി? ഇവരുടെ ഡബ്ബ ഫോണിലടക്കം ഇപ്പൊ എന്തുണ്ട്? UPI ഉണ്ട്. ബട്ടൺ ഫോണില്ലേ? UPI ഉണ്ട്. ഇല്ലേ? ഓഫ്ലൈൻ UPI ഉണ്ട്. അവരുടെ പൈസ അക്കൗണ്ട് ചെയ്തു. ഫുൾ പൈസ അക്കൗണ്ടഡാ. നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല. ഇങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇവിടുന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യാം. ഇവിടുന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അതിന് തെറ്റല്ലേ ചെയ്യണത്? തെറ്റാണോ? അല്ല. ടാക്സ് അങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് ടാക്സിന്റെ പെർസെൻറ്റേജ് കുറയുകയും കൂടുതൽ ആൾക്കാരിൽ കൂടുതൽ സേവിങ്സ് ഉണ്ടാവുകയും ആ സേവിങ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യൻ ഇക്കണോമിയെ മാറ്റിമറിച്ച 3 കാര്യങ്ങളാണ് 2014 ശേഷം ഉണ്ടായത്. ഒന്ന്, ഡിമോണിറ്റൈസേഷൻ. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ തിങ് ഡൺ ബൈ ദ ഗവൺമെന്റ് ആണത്. ഒരാളും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം. 2, GST. GST ഒക്കെ ഒരു ഗോൾഡൻ സ്റ്റെപ്പാണ് ഇന്ത്യൻ ഇക്കണോമിയുടെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഗോൾഡൻ സ്റ്റെപ്പാണ് GST. കാരണം എത്ര സാധനമാണ് ബില്ലില്ലാണ്ട് വിറ്റിരുന്നത്? ഇന്ന് ആരെങ്കിലും ബില്ലാണ്ട് വെക്കുമോ? വെക്കില്ല. കാരണം അവൻ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ, നമ്മൾ പഠിക്കാൻ പോകണം വെള്ളിയാഴ്ച, അവൻ എന്ത് വേണം? ബില്ല് വേണം. ടാക്സ് കളക്ട് ചെയ്യണം. ടാക്സ് കളക്ട് ചെയ്താൽ കൊടുത്ത ടാക്സ് തിരിച്ചു കിട്ടും. ടാക്സ് കളക്ട് ചെയ്തില്ലെങ്കിൽ കൊടുത്ത ടാക്സ് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബില്ല് വേണ്ടെങ്കിൽ അത് പറ്റില്ല കേട്ടോ സാറേ, ഞാൻ ബില്ല് തരും കേട്ടോ. പണ്ടെങ്ങനെയായിരുന്നു? ബില്ല് വേണോ? ബില്ലുണ്ടെങ്കിൽ ടാക്സ് ഉണ്ട്. കണ്ടാ? ITC അത് വലിയൊരു സംഭവമാണ് GST. നിങ്ങൾ ഇതിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഗുണമുണ്ടോ എന്നല്ല കേട്ടോ ഞാൻ നോക്കണ്ടേ. എൻ്റെ രാജ്യത്തിന് ഗുണമുണ്ടോ, ഈ സിസ്റ്റത്തിന് ഗുണമുണ്ടോ, അതുവഴി നമുക്ക് വളർച്ച ഉണ്ട്. അങ്ങനെ വളർന്നാലേ കമ്പനികൾ ഉണ്ടാവുള്ളൂ. എന്നാലേ കമ്പനി സെക്രട്ടറീസ് ആവശ്യം. ഇതൊക്കെ പഠിച്ച് വെറുതെ വീട്ടിൽ നിന്ന് വല്ല കാര്യമുണ്ടോ? So end of the day, the world have to grow. Corporate world have to grow. If the corporate world have to grow, so many steps like this has to happen. Okay, so സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാനും പ്രൊഡക്റ്റീവ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടാനും സഹായിക്കുന്നു. അതുവഴി എന്തുണ്ടാകുന്നു? വളർച്ചയ്ക്കുള്ള സാധ്യതകൾ വരുന്നു. നാലാമത്തത് എന്താണ്? റിസോഴ്സ് ഇൻ അഡീഷൻ ടു റിസോഴ്സ് അലോക്കേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ്, മീഡിയം റിസ്ക് മാനേജ്മെന്റ് ബൈ അലവിംഗ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് ഇൻ ദ ഇക്കണോമി. എന്താ ചെയ്യേണ്ടത്? റിസ്ക് മാനേജ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിൽ പോകുമ്പോൾ ഇയാളുടെ പേര് നയന, എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണേ, അപ്പൊ എന്നുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. വിവിധമായ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. വിവിധ തരം സെക്യൂരിറ്റികൾ അവൈലബിൾ ആയപ്പോൾ ലാർജ് ക്യാപ്പ് ഉണ്ട്, എന്താ ഒപ്പം ഇല്ലേ? ലാർജ് ക്യാപ്പ് ഉണ്ടാവാം, സ്മാൾ ക്യാപ്പ് ഉണ്ടാകാം, മറ്റുള്ള ഡിഫറെന്റ് മിക്സർ ക്യാപ്പ് ഉണ്ടാകാം, ബാങ്കിങ് ഉണ്ടാകാം, ഫാർമ ഉണ്ടാകാം. വിവിധ തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കുന്നു. നല്ല ഒരു ഡെവലപ്ഡ് ആയിട്ടൊരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. എന്ത് ഇൻഫർമേഷൻ ആണോ അനുപമയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് സംയുക്തയ്ക്കും ഹൃദയ്ക്കും രാജീവിനും അവൈലബിൾ ആയിരിക്കും. അതുവഴി എന്തുണ്ടാകുന്നു? ആരും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുക? അവിടെ ഒരു ഇൻഫർമേഷനും ഹിഡൻ ഇൻഫർമേഷൻ ആരുടെ കയ്യിലും ഉണ്ടാവില്ല. സോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആകുന്നു. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണല്ലോ നമ്മൾ മാർക്കറ്റിൽ പോണേ. നമ്മളെ ആൾക്കാർക്ക് പറ്റിക്കാൻ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. സോ ഇൻഫർമേഷന്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ എമംഗ് അതർ തിങ്സ് ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ്. എന്നാൽ ലിക്വിഡിറ്റി പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എത്തിക്കലി നടക്കുന്ന നല്ല റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ ധാരാളം ആൾക്കാർ അതിലുണ്ടാകും. ആൾക്കാർ അതിലുള്ള സമയത്ത് സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും യഥാസമയം ആൾക്കാരുണ്ട്. എല്ലാ സമയത്തും ആൾക്കാരുണ്ടാവും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ. എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള, ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നത് പോലെ പണം എടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു, ക്യാപിറ്റൽ മാർക്കറ്റിൽ കിട്ടുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഇസോപ്പ് കൊടുക്കാൻ സഹായം. എന്താ ഇസോപ്പ് എന്ന് പറഞ്ഞാൽ? ഇസോപ്പിന് ഫുൾ ഫോം പറയൂ.
എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കമ്പനിയോടൊപ്പം നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർക്ക് കമ്പനിയുടെ സെക്യൂരിറ്റികൾ കൊടുക്കുകയാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇസോപ്പ് കൊടുക്കാൻ സഹായം. കാരണം എന്താണ്, ഇപ്പോൾ ഷെയർ കിട്ടി, ഒരു 10 പൈസയ്ക്കുള്ള വിൽക്കാൻ പറ്റാത്ത ഷെയർ കിട്ടി വല്ല കാര്യമുണ്ടോ? കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ നമുക്ക് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമ്മുടെ കമ്പനി നന്നായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഇസോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരും വാങ്ങും? ഷെയർ ഹോൾഡർ എംപ്ലോയീസ് വാങ്ങും. കാരണം എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അത് പിന്നീട് വിൽക്കാലോ, കാശാക്കാം. വിൽക്കാൻ പറ്റാത്ത കമ്പനിയുടെ ഷെയർ കിട്ടി വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് നല്ല വളർന്നൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇസോപ്പ് എംപ്ലോയീസിന് ഇസോപ്പ് കൊടുക്കാൻ സഹായിക്കുന്നു. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് കറൻസി ഫോർ അക്വിസിഷൻ വയ ഷെയർ സ്വാപ്പ്. എന്താണ് ഷെയർ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? സ്വാപ്പ് കൈമാറ്റം അല്ലെ, ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം കിട്ടുക. ഷെയർ സ്വാപ്പിന് ഒരു കറൻസി ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഞാൻ റിലയൻസിന്റെ ഷെയർ കൊടുക്കാം, എനിക്ക് ടാറ്റയുടെ ഷെയർ വേണം. രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു മർജർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. എക്സ് എന്ന് പറയുന്ന കമ്പനി വൈയോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ 10% ഷെയർ എടുക്കാം, നിങ്ങൾ ഞങ്ങളുടെ 5% ഷെയർ അതിന് പകരമായിട്ട് എടുക്കണം. മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് കാശുണ്ടോ? കാശില്ല. ഷെയർ സ്വാപ്പിനെ ആര് സഹായിക്കുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഷെയറുകൾ പരസ്പരം കമ്പനികൾ ഷെയർ കൈമാറ്റം ചെയ്യുന്നതിനെ ആര് സഹായിക്കുന്നു? കാരണം എന്താണ്, നിങ്ങൾക്ക് ഷെയർ അന്നത്തെ മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം, ആ മാർക്കറ്റ് പ്രൈസിനായിരിക്കും നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത്. നമുക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ലാതെ റിലയൻസിന് വേണമെങ്കിൽ ONGCയുടെ ഷെയർ വാങ്ങാം, ONGCക്ക് റിലയൻസിന് ഷെയർ കൊടുക്കും. ഇങ്ങനെ ചെയ്യാം. സൗദി അരാംകോയുടെ ഷെയർ ക്യാപിറ്റൽ നോക്കൂ. സൗദി അരാംകോ ഇസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ റിലയൻസ്. അവർ പണമായിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ 1.1% ഷെയർ അരാംകോ വാങ്ങിയപ്പോൾ അവർക്ക് അരാംകോയുടെ എത്ര കിട്ടി? 0.8% ഷെയർ ആർക്ക് കിട്ടി? റിലയൻസിന് കിട്ടി. ഇത് നമ്മൾ എന്താ പറയുക? ഷെയർ സ്വാപ്പ് എന്ന് പറയും. എന്താ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? പണം ഇൻവോൾവ് ചെയ്യാതെ, അല്ലെങ്കിൽ കുറച്ച് പണം ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സെക്യൂരിറ്റികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് ഷെയർ സ്വാപ്പ് എന്ന് പറയുന്നു. അതിൻ്റെ പ്രൈസ് ഡിസ്കവറിക്ക് അത് നടത്താനുള്ള സിസ്റ്റം ആര് കൊടുക്കുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ഷെയർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടു LICയുടെ ഷെയർ മാർക്കറ്റിലല്ലേ വിറ്റ്. പണ്ട് എങ്ങനെയായിരുന്നു? വീട് വീടാന്തരം കൊണ്ടു കൊടുക്കണമായിരുന്നു, ആൾക്കാർ വാങ്ങില്ലായിരുന്നു. ഇന്ന് LIC ഒരു 87,000 കോടി രൂപയുടെ ഷെയർ മാർക്കറ്റിൽ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ 87,000 കോടി ഷെയർ ആരെ വാങ്ങിയ? ജനങ്ങൾ വാങ്ങി അല്ലേ? വളരെ ഈസി ആയിട്ട് ഗവൺമെന്റിന് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂജ് എമൗണ്ട് ആണ് ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക, ചെറിയ എമൗണ്ട് ഒന്നുമല്ല. അപ്പോൾ അത്രയും പൈസ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ക്യാപിറ്റൽ നല്ല ഡെവലപ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ധാരാളം ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്, ധാരാളം പണം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എത്ര വലിയ വോള്യമുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു? ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നു. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഇൻവെസ്റ്റിംഗ് ഇൻ അൺലിസ്റ്റഡ് കമ്പനീസ് ഗെറ്റ് എൻ എക്സിറ്റ് ഓപ്ഷൻ വെൻ ദ കമ്പനി ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും പ്രൈവറ്റ് ഇക്വിറ്റി എന്ന ആഴ്ച പറയാൻ പോണേ ഉള്ളൂ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും പ്രൈവറ്റ് കമ്പനികളും അൺലിസ്റ്റഡ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക സാധാരണ. പ്രൈവറ്റ് ഇക്വിറ്റികൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ഇത് രണ്ടും എന്താണെന്ന് ഞാൻ വീണ്ടും പറയും, നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ പറയും. പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലുകളിലും സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അൺലിസ്റ്റഡ് കമ്പനികളിലാണ്. ഈ അൺലിസ്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? പിന്നീട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എക്സിറ്റ് ചെയ്യാൻ ആരെ സഹായം കൊടുക്കുന്നു? കാരണം ഇവർക്കും ബൈബാക്ക് ഇല്ലല്ലോ, ഷെയർ തിരിച്ച് കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയുടെ ഷെയർ എടുത്തു എന്ന് കൂട്ടുക, ആ കമ്പനിക്ക് എക്സിറ്റ് ചെയ്യാൻ എന്താ ഓപ്ഷൻ ഉള്ളൂ? ഈ കമ്പനി ലിസ്റ്റ് ചെയ്യണം. ഈ കമ്പനി ലിസ്റ്റ് ചെയ്താൽ മാർക്കറ്റിൽ വിറ്റ് പോരാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ വിറ്റ് പോരാൻ ആര് സഹായിക്കുന്നു? ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. എന്താണ് ഇതിനെ പറഞ്ഞാൽ വെച്ചാൽ, ഒരിക്കലും ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്താൽ ആ കമ്പനിക്ക് ആ ഷെയർ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അത് തിരിച്ചു വാങ്ങാൻ ആകെയുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ഈ പറയുന്ന 68, 69, 70 ആണ്. 3 സെക്ഷൻസ് ആണ്. ഇത് പ്രകാരം ഒരു വലിയൊരു ഫോർമൽ സിസ്റ്റം ഫോളോ ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഒരു വെഞ്ചർ ക്യാപിറ്റലിനോ പ്രൈവറ്റ് ഇക്വിറ്റിക്കോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? ഇവർ കുടുങ്ങിപ്പോവും, ബ്ലോക്കായി പോകും. അപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞാൽ? ഹൈ റിസ്ക് ഉള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ, പ്രൈവറ്റ് ഇക്വിറ്റി, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളിലോ ടു ബി പ്രൈവറ്റ് ആയ കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി വളരുമ്പോൾ ഇവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ? ഇതിനെങ്ങനെ ലിസ്റ്റ് ചെയ്യിക്കുക. ഈ കമ്പനി ലിസ്റ്റ് ചെയ്താലോ ഷെയർ മാർക്കറ്റിൽ വെക്കാൻ പൊരിച്ചു പോരാം. ഇപ്പൊ ടൈഗർ ഇക്വിറ്റി, ഫ്ലിപ്കാർട്ടിന്റെ പൈസ ഷെയർ വിറ്റു, ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. ടൈഗർ ഫണ്ട് ഒരു ഫണ്ടാണ്, ഒരു പബ്ലിക് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആണ്. അവരെന്ത് ചെയ്തു? ഫ്ലിപ്കാർട്ടിൽ പൈസ ഇട്ടു, അവർ ഷെയർ വിൽക്കുന്നു. ആ ഷെയർ വിത്തിന് ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇല്ല, ടാക്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? അവർക്ക് എക്സിറ്റ് ഓപ്ഷൻ തന്നെ ലിസ്റ്റ് ചെയ്യിക്കുക, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റലിനെ ഇത് സഹായിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ കുറേ കാലം വരെയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് മുകളിൽ അത്ര വലിയ അറ്റൻഷൻ ഒന്നും ഗ്ലോബൽ മാർക്കറ്റിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1991 ശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 1991 ശേഷം ഉണ്ടായിട്ടുള്ള ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ധാരാളം രീതിയിൽ പുറത്തുനിന്ന് ഫണ്ട് ഇന്ത്യയിലേക്ക് ചാനലൈസ് ചെയ്യുകയും ധാരാളം ഫോറിൻ പ്ലേയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് വരികയും ഇന്ത്യയിലെ ആൾക്കാർ അവർക്ക് ഒരു ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ഥലമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ കാണുകയും ചെയ്തതോടുകൂടി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഡ്രമാറ്റിക് ചേഞ്ച് ആണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായത്. ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഫോക്കസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത 5 മിനിറ്റ് ആയിട്ട് സംസാരിക്കാം.